നമ്മുടെ കണ്ണുകൾ ദൈവഭാഗ്യം അടയ്ക്കാം. നമ്മൾ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രിയിൽ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ SPA സൺഡേ സ്കൂളിനോടുള്ള ബന്ധത്തിൽ ടീച്ചേഴ്സ്, പാരന്റ്സ്, നമ്മുടെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങൾ എല്ലാവരോടും ചേർന്നുള്ള ഒരുമിച്ചുള്ള ഒരു സംയുക്തമായ ഒരു മീറ്റിംഗ് ആണ്. നമുക്ക് എല്ലാവർക്കും ഇന്ന് രാത്രിയിലെ ക്ലാസ് ഒരുപോലെ അനുഗ്രഹമായി തീരാൻ, തുടർന്നുള്ള സമയങ്ങൾ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്താനും, അപ്പോൾ തന്നെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിപ്പാനും, ഒടുവിലായിട്ട് കർത്താവിന് ഒരുപ്പെട്ട ദാസനിലൂടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കേൾപ്പാനും ഒക്കെ ഇടയാകട്ടെ. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ഇവിടെ ആരംഭിക്കുകയാണ്. വിൽസംബ്രദർ ഈ സമയം പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ക്ലാസ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, കർത്താവെ, ഇന്ന് രാത്രി തിരുസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ, അവിടുത്തെ വിലയേറിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവെ. ഹല്ലേലൂയ. കഴിഞ്ഞ 2 രാത്രിയിലും അവിടുത്തെ വിലയേറിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെയിരുന്നു. ഞങ്ങൾക്ക് വേണ്ടുന്ന ആലോചനകൾ, ഉപദേശങ്ങളെല്ലാം നൽകിയതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവെ. ഇന്ന് രാത്രി നിന്റെ ദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ കൊണ്ടതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ. ക്രിസ്ത്യൻ പേരന്റിംഗ് എന്ന് പറയുന്ന വിഷയം കർത്താവെ ഭംഗിയായി പഠിപ്പിക്കുവാൻ ഇന്ന് രാത്രി ദാസന് ആവശ്യമായ കൃപ നൽകുമാറാകണം പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾക്കപ്പെടുന്ന കർത്താവെ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ ആഴമായി പതിയുവാൻ കർത്താവിടെയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പല സഭകളിൽ നിന്ന് കർത്താവെ, ഹല്ലേലൂയ, മാതാപിതാക്കളായിട്ടുള്ളവരെ, കുഞ്ഞുങ്ങളായിട്ടുള്ളവരെ, ഞങ്ങളുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവരും ഉണ്ടല്ലോ കർത്താവെ. കടന്നു വന്നവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു കർത്താവെ. സൺഡേ സ്കൂൾ അധ്യാപകർക്കായി സ്തോത്രം ചെയ്ത് കർത്താവെ. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷത വഹിക്കുന്ന ദാസനായി സ്തോത്രം ചെയ്യുന്നു. വലിയ കൃപയാൽ കർത്താവ് നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രി മീറ്റിംഗിന്റെ എല്ലാ ക്രമീകരണങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകണം. ആദ്യം മുതൽ അവസാനം വരെ അവിടുത്തെ വലിയ കൃപ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ദാസനെ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്ന ദാസൻ കർത്താവെ ഈ വിഷയം പഠിപ്പിക്കുവാൻ ആവശ്യമായ വലിയ കൃപ നൽകണമേ. കേൾക്കപ്പെടുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസമായി, ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ അത് അനർത്ഥമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണം. തിരുനാമം ഞങ്ങളുടെ മഹത്വം എടുക്കണം. പ്രാർത്ഥന യാചന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ 1-2 ഗാനങ്ങൾ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഗാന ശുശ്രൂഷ ലീഡ് ചെയ്യേണ്ടതിനായിട്ട് ശുഭബ്രദർ, പീറ്റർ ബ്രദർ, ജെറോം, പ്രിയമുള്ളവരെ അതിനായിട്ട് ക്ഷണിക്കുന്നു. Holy are you, Lord.
Give all the praises to Him alone. Every tongue shall confess, holy are you, Lord. 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 Hallelujah, amen. Hallelujah, amen. Hallelujah, amen. Hallelujah, amen. Worthy, worthy is the Lamb who bore upon Himself our sins. Every tongue shall confess, holy are you, Lord. Worthy, worthy is the Lamb who bore upon Himself our sins. Every tongue shall confess, holy are you, Lord. 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 Hallelujah, amen. Hallelujah, amen. Hallelujah, amen. Hallelujah, amen. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. Hallelujah, amen. Hallelujah, amen. Hallelujah, amen. Hallelujah, amen. പരിശുദ്ധനായ ദൈവത്തെ, പാപഭാരം ചുമന്നതായ നമ്മുടെ കർത്താവിനെ, നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ യാഗമായി തീർന്ന നമ്മുടെ നല്ല അപ്പനെ, അമ്മയെപ്പോലെ നമ്മളെ താലോലിച്ചണയ്ക്കുന്ന ആ നല്ല നാഥനെ, നമ്മളെ ഓരോ ദിവസവും അനുനിമിഷവും നമ്മളോടൊപ്പം ഇരിക്കുന്ന നല്ല അപ്പനെ ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. കർത്താവ് ക്രൂശിന്മേൽ ചെയ്ത ത്യാഗത്തെ ഓർക്കുമ്പോൾ പരിശുദ്ധനായ ആ ദൈവത്തെ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മോചപ്പെടുത്താമല്ലോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർക്കും പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർക്കും പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെപ്പോലെ താരൻ താലോലിച്ചടച്ചിടുന്നു, അമ്മയെപ്പോലെ താരൻ താലോലിച്ചടച്ചിടുന്നു. സമാധാനമായി കിടന്നുറക്കാൻ തന്റെ മാർവിൽ ദിനം ദിനമായി
ഒരുക്കിയല്ലോ, വേഷമൊരുക്കിയല്ലോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സഹായ ശൈലമവൻ, സങ്കേതവും കോട്ടയും സഹായ ശൈലമവൻ, സങ്കേതവും കോട്ടയും നടുങ്ങിടുകില്ലായതിനാ തൻ കരുണ ബഹുലമോ, തൻ കരുണ ബഹുലമോ. നടുങ്ങിടുകില്ലായതിനാ തൻ കരുണ ബഹുലമോ, തൻ കരുണ ബഹുലമോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. എല്ലാ നാമത്തിലും നേരായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും നേരായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴക്കാലും അടങ്ങിടും തീരും വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴക്കാലും അടങ്ങിടും തീരും വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴെനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴെനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്ത് എന്നേക്കുമായി മാറ്റുന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെടുത്ത് എന്നേക്കുമായി മാറ്റുന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴെനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴെനിക്കിമ്പനാമം. വാനം ഭൂമിയേവം പാതാളമൊരു വാഴ്ത്തി വണങ്ങും നാമം. വാനം ഭൂമിയേവം പാതാളമൊരു വാഴ്ത്തി വണങ്ങും നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെ ആയുധം എത്തിച്ച നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെ ആയുധം എത്തിച്ച നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴെനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴെനിക്കിമ്പനാമം. നീതിയോടെ രാജ്യഭാരമേൽപ്പാൻ ഭൂമിയിൽ വേഗം വരുന്ന നാമം. നീതിയോടെ രാജ്യഭാരമേൽപ്പാൻ ഭൂമിയിൽ വേഗം വരുന്ന നാമം. നാടുവാഴികളം തന്നെ സുന്ദരവുമായി നാവിൽ സിംഹാസനത്തിൽ വാഴും നാമം. നാടുവാഴികളം തന്നെ സുന്ദരവുമായി നാവിൽ സിംഹാസനത്തിൽ വാഴും നാമം. ഓ ശ്രീയേശുനാമം അതിശയനാമം, ഏഴെനിക്കിമ്പനാമം.
കണ്ണുകളടയ്ക്കാം, ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിലുള്ള സമയങ്ങൾ നമുക്ക് ചേർന്ന് പാടി ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്താനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. തുടർന്ന് നടക്കേണ്ട ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 2 രാത്രിയിലും കർത്താവിന് വിലപ്പെട്ട ദാസനെ ശക്തിയോടെ നമ്മുടെ നടുവിൽ കർത്താവ് ഉപയോഗിച്ചു. ഇന്ന് രാത്രിയിലും പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങളും സൺഡേ സ്കൂൾ ടീച്ചേഴ്സും പാരന്റ്സും എല്ലാവരോടും ഒരുമിച്ചുള്ള ഒരു മീറ്റിംഗ് ആണല്ലോ. എല്ലാവർക്കും ഇന്ന് രാത്രിയിലെ ക്ലാസ് അനുഗ്രഹമായി തീരാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രി കാലം ശക്തി ഇരുപ്പാനായിട്ട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ പേരൻസിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അവരെ സൺഡേ സ്കൂളിൽ വചനം അഭ്യസിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെ ഓർത്തുകൂടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാത്തിലും ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സോണിബദർ ഈ സമയം ഈ വിഷയങ്ങൾക്കായിട്ട് തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല രാത്രി സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയായി വീണ്ടും ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഒരുമിച്ച് അടുത്ത് വരുന്ന നാഥ, ഞങ്ങൾ ഓരോ ദിവസവും നടത്തുന്ന കർത്താവിന്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, രാത്രി കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന പച്ച കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഞങ്ങളെ സഹായിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുറച്ചാൽ കർത്താവ് ഇന്ന് രാത്രി ഹല്ലേലൂയ അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. രാത്രി ആത്മദൈവത്തോട് കർത്താവ് നിന്റെ ദാസനെ അവിടുന്ന് വചനം പറയുവാൻ അവിടുന്ന് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ദൈവവചനത്തിൽ ഞങ്ങൾക്ക് വസിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനത്തിൽ ഞങ്ങൾക്ക് അനുദിനം വളരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന്റെ വെളിപ്പാടിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച ഹല്ലേലൂയ, ദൈവകരങ്ങളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ദൈവകൃപയിൽ വളരുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ. ദൈവസ്നേഹത്തിലും ദൈവവചനത്തിലും അവർ വളർന്നു വരുന്നവരായി തീരുവാൻ കർത്താവ് അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേക കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളുടെ അധ്യാപകർക്കായി എല്ലാം ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ വീട്ടിൽ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏകാഗ്രതയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കൽ കൂടി നിന്റെ ദൈവദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മദൈവത്തോട് ദൈവം കരങ്ങളിൽ എടുത്ത് ഇന്ന് രാത്രി അവിടുന്ന് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഞങ്ങൾക്കായിരിക്കാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ സമസ്ത വിഷയം ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് വെൽക്കം ആൻഡ് ഇൻട്രഡക്ഷൻ സൺഡേ സ്കൂളിന്റെ ഹെഡ് മിസ്റ്റർ ആയിരിക്കുന്ന സിസ്റ്റർ ഷീബ ബിനുവിനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. Praise the Lord. Dear Pastor, distinguished guests, beloved parents, teachers, and dear children, on behalf of SPA Sunday School, I extend a warm greeting to each one of you in the matchless name of our Lord and Savior Jesus Christ. First and foremost, I would like to thank our Almighty God who has been our strength and refuge and who has faithfully guided and sustained us throughout the years in this land. It is my great joy and privilege as the headmistress of SPA Sunday School to present a brief overview of our Sunday School ministry. Our Sunday School, one of the earliest established in Sharjah, began in the year 1978. Over the past 48 years, it has been a source of blessing and spiritual growth for many children. At present, we have 66 students. We conduct classes from grade 1 to grade 12, along with 2 beginner classes for children under the age of 6. These classes are faithfully led by 14 dedicated teachers and supported by 6 standby teachers and 4 supporting staff, all of whom are brothers and sisters from our church. I take this opportunity to warmly welcome our chairman for today, Pastor P.M. Roy, and all the children, parents, and dear members of our church to this session. Thank you for your presence, prayer, and participation. Today, we are especially blessed to have our guest speaker, Pastor P.T. Thomas, with us. He entered full-time ministry in 1977 and has been faithfully serving the Lord for the past 49 years across India. He is a well-known convention speaker and traveling evangelist, actively involved in preaching and teaching in Bible schools. At present, he serves as a teacher in Shalem Bible College, Vadavadur, founded by the late Pastor P.M. Philip. We are delighted to have you in our midst, Pastor, and we extend our heartfelt welcome to you.
Let us prayerfully seek the Lord's presence and ask that God may speak to us through his servant and deliver the message that we need today. May God bless us all. ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ സൺഡേ സ്കൂളിന്റെ ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് കൗൺസിലിംഗ് മീറ്റിംഗ് ആയി ഈ രാത്രിയിലും ഇപ്രകാരം ചേർന്ന് വരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. ഇന്ന് രാത്രികാലം ഈ സൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് രാത്രി നമ്മുടെ മധ്യയായിരിക്കുന്ന ബഹുമാനായ കർത്താവ് ദാസ് പാസ്റ്റർ പി.ടി. തോമസ് സാർ, സൺഡേ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സ്, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, അവരുടെ പാരന്റ്സ്, എല്ലാവർക്കും യേശു കർത്താവിന്റെ സ്തുല്യ നാമത്തിൽ രാത്രികാല വന്ദനം പറയുന്നു. കഴിഞ്ഞുപോയ 2 രാത്രിയിലും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനുള്ള ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകൾ നമുക്ക് ശ്രമിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ പ്രത്യേകമായിട്ട് നമ്മുടെ ടീച്ചേഴ്സിനോട് ചേർന്ന് നമ്മുടെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളും അവരുടെ പാരന്റ്സും എല്ലാവരോടും ഒരുമിച്ചുള്ള ഒരു സമ്മിറ്റ് മീറ്റിംഗ് ആണ്. ഇന്ന് രാത്രിയിലെ ഈ ഒരു മീറ്റിംഗ് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ. തുടർന്ന് ഞാനൊരു മുഖവരിക്ക് സമയം എടുക്കുന്നില്ല. കൂടുതൽ സമയം കർത്താദാസൻ ശുശ്രൂഷയ്ക്കായി നമുക്ക് വേർതിരിക്കാമല്ലോ. അതാണല്ലോ സന്തോഷം. നിശ്ചയമായിട്ടും ഈ ദിനങ്ങൾ നമ്മുടെ ദൈവസന്നിധിയിലായിരുന്നത് വളരെ സന്തോഷമായിരുന്നു, അനുഗ്രഹമായിരുന്നു. വളരെ സന്തോഷത്തോടെ ഹാർദമായി ഒരിക്കൽ കൂടി കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ സ്വാഗതം ചെയ്യും. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താദാസനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീറ്റിംഗിൽ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യനായ പ്രിയ റോയ് പാസ്റ്റർ, അതുപോലെ സൺഡേ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആയിരിക്കുന്ന സിസ്റ്റർ ഷീബ, ബഹുമാന്യരായ സൺഡേ സ്കൂൾ അധ്യാപകർ, അതുപോലെ സ്റ്റാൻഡ് ബൈ ടീച്ചേഴ്സ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, അതുപോലെ ഈ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളെ അയക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഹൃദയപൂർവ്വമായുള്ള വന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ മടങ്ങി വരവ് വൈകിയത് കൊണ്ട് നമുക്ക് ഇന്ന് രാത്രിയും ഈ കൂടി വരവ് സാധ്യമായിരിക്കുന്നതിൽ ഞാൻ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഈ യോഗങ്ങൾ ക്രമീകരിച്ച് ഈ യോഗങ്ങളിൽ ശുശ്രൂഷിക്കാനായിട്ട് എനിക്ക് അവസരമൊരുക്കിയ ദൈവസഭയോടും പാസ്റ്ററോടും സൺഡേ സ്കൂൾ ഹെഡ് മിസ്ട്രസിനോടും അതുപോലെ സ്തോത്രം ബാക്കി എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകരോടും പ്രത്യേകമായിട്ട് ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. സ്തോത്രം. വിൽസനാണ് ആദ്യം എന്നെ വിളിച്ച ഈ കൂടിയൊരുവിന്റെ കാര്യത്തെക്കുറിച്ച് എന്നെ ഓർപ്പിച്ചത്. അതിനുശേഷം ഹെഡ് മിസ്ട്രസ് എന്നെ വിളിച്ചു, പാസ്റ്റർ എന്നെ വിളിച്ചു. നിങ്ങൾ വളരെ മാന്യമായിട്ട് ഈ യോഗങ്ങൾ ക്രമീകരിച്ച് എന്നെ സ്വീകരിച്ചതിൽ പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചതുപോലെ ഈ ദൈവസഭ എനിക്ക് അപരിചിതമല്ല. സ്തോത്രം. ഇതിന്റെ ആരംഭകാല ശുശ്രൂഷകനായിരുന്ന പ്രിയച്ചായൻ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ഇവിടെ ശുശ്രൂഷിച്ചിരുന്ന സമയത്ത് ഒന്നിലധികം പ്രാവശ്യം കൺവെൻഷനും ബൈബിൾ ക്ലാസ്സുകൾക്കും ഇവിടെ വരുവാനും നിങ്ങളുടെ കൂടി ഒരു മറ്റ് സഭകളുടെ ക്ഷണപ്രകാരം വന്നപ്പോൾ നിങ്ങളുടെ കൂടെ കൂട്ടായ്മയിൽ ആയിരിക്കാനും ഒക്കെ ദൈവം എനിക്ക് അവസരങ്ങൾ തന്നു. അത് ഞാൻ സന്തോഷത്തോടെ നന്ദിയോടെ ഈ സമയം ഓർക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവസഭയെ ഇന്നുവരെ കർത്താവ് അനുഗ്രഹകരമായി നിലനിർത്തിയിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 1978 മുതൽ ഈ സൺഡേ സ്കൂൾ ഇങ്ങനെ സന്തോഷകരമായി പ്രവർത്തിക്കുന്നു കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല 66 സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആവേശം തോന്നുകയാണ്. ഈ നാട്ടിൽ ഞങ്ങൾക്കൊരു വലിയ വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും ഇവിടെ ഇല്ല, പ്രത്യേകിച്ച് യുവാക്കളില്ല. ആട്ടെ, ഇവിടുത്തെ നഷ്ടം നിങ്ങൾക്ക് അവിടെ ലാഭമാണല്ലോ. ഈ സ്തോത്ര കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ അവരെ പരിശീലിപ്പിക്കുന്ന കാര്യത്തിൽ ദൈവം ധാരാളമായ കൃപ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ അതിനായി ആത്മാർത്ഥമായി ഉത്സാഹിക്കണമെന്ന് ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ പ്രത്യേകം പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. അതുപോലെ പ്രിയ റോയ് പാസ്റ്റോടുകൂടെ നാട്ടിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മക്കുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി അവരെ അതിഥിയായി പാർത്ത് അവിടെ കൂടെ ദൈവദിനം ശുശ്രൂഷിക്കാൻ അവസരമുണ്ടായി. സ്തോത്രം. വടക്കഞ്ചേരിയിൽ വെച്ചാണ് ഒടുവിൽ അതിന് അവസരം ഉണ്ടായതെന്ന് ഞാൻ ഓർക്കുന്നു. സ്തോത്രം. അദ്ദേഹത്തെ നിങ്ങളുടെ നടുവിൽ ദൈവം അയച്ചത് ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശപ്രകാരമാണ്.
അദ്ദേഹത്തെ കർത്താവ് കുടുംബമായി നിങ്ങളുടെ നടുവിൽ വളരെ ഗുണകരമായി പ്രയോജനകരമായി ദൈവമഹത്വത്തിനും നിങ്ങളുടെ ആത്മീയത്തിനും ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളോട് എല്ലാവരോടും ഞാൻ പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് തിരിയുവാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. കഴിഞ്ഞ 2 ദിവസങ്ങൾ ചൈൽഡ് സൈക്കോളജി എന്നും ടീച്ചിങ് മെത്തേഡ്സ് എന്നുള്ളതിനെ കുറിച്ചും ഈ 2 വിഷയങ്ങളെ കുറിച്ച് ഞാൻ ചുരുക്കമായിട്ട് നിങ്ങളോട് പറയുകയുണ്ടായി. പ്രിയ ദൈവമക്കളെ, ചൈൽഡ് സൈക്കോളജി, കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. വി ഹാവ് ടു നമ്മളിപ്പോ ഒരു ഉപകരണം ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഉപകരണത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നന്നായി ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതുപോലെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് കുഞ്ഞുങ്ങളുടെ ആ തോട്ട് പാറ്റേൺ, അവരുടെ ചിന്താ രീതി, പിന്നെ അവരുടെ മെന്റൽ കണ്ടീഷൻ, പിന്നെ അവര് എങ്ങനെയാണ് ഓരോ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത്, റിയാക്ഷൻസ് ടു വേരിയസ് സിറ്റുവേഷൻസ്, പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു ചെറിയ ഐഡിയ, കുറഞ്ഞതൊരു ചെറിയ ഐഡിയ എങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളെ ഗുണകരമായി അവർക്ക് ശുശ്രൂഷിക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. അതിനെക്കുറിച്ച് ഞാൻ ഫസ്റ്റ് ഡേയിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. സെക്കൻഡ് ഡേയിൽ ടീച്ചിങ് മെത്തേഡ്സ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പൊതുലോകത്തിൽ ഒരു സ്തോത്രം, പൊതുലോകത്തിൽ ഞാൻ ഒരു ട്രെയിൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറാണ്. അപ്പൊ ഞങ്ങളുടെ ഈ ടീച്ചിങ് മെത്തേഡും ടീച്ചിങ് ഇതെല്ലാം ഞാൻ സ്പെഷ്യലായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ച് നാളൊക്കെ ഉണ്ടായിരുന്നു. സൈഡ് ബൈ സൈഡ് ആയിട്ട് കേട്ടോ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഉപജീവനത്തിന് വേണ്ടി കുറച്ച് കാലം അങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ട് ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി തിയറീസും ഒത്തിരി കാര്യങ്ങളും വായിക്കുകയും പഠിക്കുകയും പിന്നെ അത് എൻ്റെ ടീച്ചിങ് കരിയറിൽ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിന്നിപ്പോൾ പ്രധാനമായിട്ടും ബൈബിൾ സ്കൂളിലും ഒക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ബൈബിൾ സ്കൂളിൽ മാത്രമല്ല, എൻ്റെ ഈ ബൈബിൾ ക്ലാസ്സിൽ എടുക്കുമ്പോഴും ഈവൻ ഇൻ കൺവെൻഷൻസ് ഞാൻ ആ മെത്തേഡ് ചിലപ്പോഴല്ല ഞാൻ ഉപയോഗിക്കാറുണ്ട്. കാരണം ഈ നമ്മുടെ ഈ കൺവെൻഷനൊക്കെ വന്നാലും ഇന്നിപ്പം നമ്മൾ വചനം ജനത്തിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് ഒരു ആഘോഷപരമായുള്ള ഒരു സന്തോഷം അവിടെ അനുഭവിക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ എങ്ങനെ പറയുന്നത്, താണുപോയെന്നാണോ പറയേണ്ടത്, മാറ്റം വന്നതാണോ പറയേണ്ടത്? ഞാൻ താണുപോയതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അങ്ങനെയല്ല. സ്തോത്രം. വചനം പ്രസംഗിക്കുക. എൻ്റെ പുരുഷങ്ങളെ, ഈ പൗലോസ്ലീഹ ഈ തിമോഥിയോസ് ലേഖനം എഴുതുമ്പോൾ തിമോഥിയോസ് 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ ആദ്യ വാക്കുകളിൽ പൗലോസ്ലീഹ പറയുന്നത്, അയ്യോ എന്തൊരു സോളമാണ്, എന്തൊരു ഒസ്റ്റിയർ, എന്തൊരു ഗൗരവപൂർണമായിട്ടാണ് അത് പറയുന്നത്. ഞാൻ ദൈവത്തെയും ജീവികളെയും മരിച്ചവരെയും ന്യായവിസ്താരം കഴിപ്പാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. ഞാൻ കൽപ്പിക്കുന്നത് പൗലോസ് പറഞ്ഞാൽ പോരെ? മതി. ഞാൻ കൽപ്പിക്കുന്നു പറഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ കാര്യമില്ല. പക്ഷേ സ്തോത്രം. എന്നിട്ട് ഞാൻ ദൈവത്തെയും ജീവികളെയും മരിച്ചവരെയും ന്യായവിസ്താരം കഴിപ്പാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച്, അത് മതി. സ്തോത്രം. അടുത്തത് അവന്റെ പ്രത്യക്ഷതയും അവന്റെ രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുക. എന്തൊരു ഗൗരവമായിട്ടാ ഇത്രയും പറയുമ്പം തിമോഥിയോസ് ഓർക്കും, എന്താന്നാ ഈ പറയാൻ വരുന്നത്, എന്താന്നാ പറയാൻ വരുന്നത്? പക്ഷെ താഴെ പറയുന്നത് എന്താ അറിയാം? വചനം പ്രസംഗിക്കുക. അയ്യോ, ഈ വചനം പ്രസംഗിക്കുന്നതിന് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സ്തോത്രം, പരിശുദ്ധാത്മ എത്ര പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് അറിയാമോ? സ്തോത്രം. വചനം, ദൈവവചനം. സ്തോത്രം. നമ്മൾ ഓരോ കൂടിവരവ് കഴിയുമ്പോഴും നമ്മൾ വചനം ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ ഇടയാകണം. സ്തോത്രം. അതാണ് പരിശുദ്ധാത്മ ആഗ്രഹിക്കുന്നത്. എന്നാൽ മനുഷ്യനുണ്ടല്ലോ, ആഘോഷം, സെലിബ്രേഷൻസ്, അത് നമ്മുടെ ഉള്ളിലുള്ള, ഞാൻ ഉൾപ്പെടെ ഞാൻ പറയണേ കേട്ടോ, ഈ നമുക്ക് ഒരു ശകലം ഒരു ആഘോഷങ്ങൾ, സെലിബ്രേഷൻസ്, ഈ ഫെസ്റ്റിവൽസ് ഒക്കെ അങ്ങനെയായിരുന്നു. ഇസ്രായേലിന് ദൈവം ഈ ഫെസ്റ്റിവൽസ് 7 പെരുന്നാളുകളൊക്കെ നിയമിച്ചു കൊടുത്തിരുന്നല്ലോ. മനുഷ്യന് അതിനൊരു താല്പര്യമുണ്ട്. പക്ഷേ നമ്മുടെ കൂടിവരവുകളെല്ലാം ഈ ഫെസ്റ്റിവിറ്റീസ് ആയി പോയാൽ, കൺവെൻഷൻ പ്രത്യേകിച്ചായി പോയാൽ വചനം വിരളമായി പോകും, വചനമില്ലാതെ പോകും, നിങ്ങൾ തിരുവെഴുത്തുകൾ അറിയാതെ പോകും. സ്തോത്രം. ആ തെറ്റ് നമ്മളിൽ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അയ്യോ ഞാൻ ഈ വിഷയം വിട്ടു പോകുന്നു ഭയപ്പെടും, ഞാൻ മടങ്ങി വന്നോട്ടെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് സ്തോത്രം, മീൻസ് ടീച്ചിങ് എന്ന് പറയുന്നത് ഈ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സ്തോത്രം. ഞാനൊരു സുവിശേഷകനായിരുന്നില്ലെങ്കിൽ ഞാനൊരു അധ്യാപകനാകുമായിരുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്,
ടീച്ചേഴ്സ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രൊഫഷൻ, സുവിശേഷ വിലയാണ്. പ്രൊഫഷൻ എന്ന് പറയാമെങ്കിൽ കോളിംഗ് എന്ന് പറയാം, കോളിംഗ്. പക്ഷെ രണ്ടാമത്തത് അതും പ്രൊഫഷൻ അല്ല, അതും കോളിംഗ് ആണ്. ടീച്ചേഴ്സാണ്. സ്തോത്രം. ടീച്ചേഴ്സാണ് മനുഷ്യ സമൂഹത്തെ നിയന്ത്രിക്കുന്നത്. ടീച്ചേഴ്സാണ് മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ചിന്താധാരകളെ നിയന്ത്രിക്കുന്നത് അധ്യാപകരാണ്. അതുകൊണ്ട് സൺഡേ സ്കൂൾ അധ്യാപകർ, സ്തോത്ര, കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്യുന്ന അനുഗ്രഹീത ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അവരെ ദൈവസഭ, സ്തോത്രം, ആദരിക്കണം. അവരെ ദൈവസഭ അംഗീകരിക്കണം. അവർക്ക് വേണ്ടി ദൈവസഭ പ്രാർത്ഥിക്കണം. ദൈവസഭ അവരെ ഉത്സാഹിപ്പിക്കണം. സ്തോത്രം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സ്തോത്രം. അതുപോലെ പേരൻസ്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ ബഹുമാനിക്കും. അവര് പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കും. ഇല്ലേ? അവര് പറയുന്നതെല്ലാം ഹോംവർക്ക് എഴുതിക്കൊണ്ട് പോകണം. എന്നാൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ, സ്തോത്രം, ആദരിക്കേണ്ടത് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയാണ്. സ്തോത്രം. ഇത് പേരന്റിങ് ആണല്ലോ, ക്രിസ്ത്യൻ പേരന്റിങ് ആണല്ലോ ഇത് പ്രധാനമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന, നിയമിക്കപ്പെട്ടിരിക്കുന്ന വിഷയം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ പേരന്റിങ് എന്ന് പറഞ്ഞ എൻ്റെ പൊന്നപ്പനെ, സ്തോത്രം, അതിൽ കൂടിയ ഒരു ശുശ്രൂഷയില്ല. സ്തോത്രം. ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. സ്തോത്രം. ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ആ സന്തോഷം എന്ന് പറയുന്നത് ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുകയാണ്. അത് നമ്മൾ മറക്കരുത്. ഇങ്ങനെ പറയാറുണ്ട്, മിസ്റ്റേക്ക് നോട്ട് ദ ബറ്റാൻ ഫോർ ദ ട്രോഫി എന്ന് പറയാറുണ്ട്. ബാറ്റൻ എന്ന് നമ്മൾ പറയാം, പക്ഷെ ബറ്റാൻ എന്നാണ് കറക്റ്റ്. മിസ്റ്റേക്ക് നോട്ട് ദ ബറ്റാൻ ഫോർ ദ ട്രോഫി. അതായത് ബറ്റാൻ കിട്ടുമ്പോൾ അത് ട്രോഫിയാണെന്ന് വിചാരിക്കും. ഇപ്പൊ ഈ ഒളിമ്പിക്സിനൊക്കെ ഈ റിലേ റേസ് ഉണ്ടല്ലോ, റിലേ റേസ്, 400 മീറ്റർ റിലേ റേസ്, എല്ലാത്തിനൊക്കെ ഉണ്ട്. അപ്പൊ 400 മീറ്റർ റിലേ റേസ് 4 പേരാണ് ഓടുന്നത്. 4 പേര് ഓടുമ്പോൾ അതിനുപയോഗിക്കുന്ന ബറ്റാനൊക്കെ ഉണ്ടല്ലോ, നല്ല മനോഹരമായിരിക്കും. നല്ല കരകൗശല വിദ്യയൊക്കെ ചെയ്ത് നല്ല മനോഹരമായിരിക്കും ഈ ബറ്റാൻ. ആദ്യത്തെ ആൾ ഈ ബറ്റാൻ പിടിച്ചോണ്ട് ഓടി 100 മീറ്റർ അദ്ദേഹം ഓടണം. 100 മീറ്റർ ഓടിയപ്പോൾ ബാക്കി ടീമിനെ എല്ലാം ഇത്തിരി പുറകിലാക്കി ഒരു മീറ്ററിന്റെ ലീഡോടുകൂടെ രണ്ടാമന്റെ കയ്യിലോട്ട് കൊടുത്തു. രണ്ടാമനത് പെട്ടെന്ന് വാങ്ങിച്ച് അവൻ പായുകയാണ്. അവന് 1 മീറ്ററിന്റെ ലീഡോട് കിട്ടിയത് അവനത് 2 മീറ്ററിന്റെ ലീഡാക്കി. മൂന്നാമന് കയ്യിലോട്ട് കൊടുത്തു. മൂന്നാമന് വലിഞ്ഞോടി അവനതൊരു 3.5 മീറ്ററിന്റെ ലീഡോടുകൂടി 4-മന്റെ കയ്യിൽ കൊടുത്തു. 4-മന്റെ കയ്യിൽ കൊടുത്തപ്പം 4-മന് ഈ മനോഹരമായി ബറ്റാൻ കൊണ്ട് കണ്ടപ്പോ കിട്ടിപ്പോയി എന്നും പറഞ്ഞ് ആ ബറ്റാനും പിടിച്ചോണ്ട് അതിന്റെ ഭംഗിയും കണ്ടോണ്ടിരുന്നാൽ, അയ്യോ എടാ കുഞ്ഞെ, അത് ബറ്റാനാണ്, അത് ട്രോഫി അല്ല. അതുകൊണ്ടാ പറയുന്നത്, ഒരു ബറ്റാൻ കയ്യിൽ വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ചുമതല ഏറ്റെടുക്കുകയാണ്. ഒരു വലിയ റെസ്പോൺസിബിലിറ്റി, വലിയൊരു ചുമതല ഏറ്റെടുക്കുകയാണ്. ദൈവം നമുക്കൊരു കുഞ്ഞിനെ തരുമ്പോൾ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി, വലിയൊരു ചുമതല നമ്മൾ അവിടെ ഏറ്റെടുക്കുകയാണെന്ന് നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. ദൈവം നമുക്ക് തന്ന കുഞ്ഞുങ്ങളെ, സ്തോത്രം, അവരെ ക്രിസ്തുവിനു വേണ്ടി മോൾഡ് ചെയ്യാൻ, അവരെ ഒരുക്കുവാനുള്ള ഉത്തരവാദിത്വം, സ്തോത്രം, നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. നോക്കണേ, ഈ പേരന്റിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഇച്ചിരി കൂടി എന്റെ പ്രാരംഭ കാര്യമായിട്ട് നിങ്ങൾ ചിന്തയിൽ ഇച്ചിരി കാര്യങ്ങൾ കൊണ്ടുവന്നോട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരും ദൈവ മുമ്പിൽ ന്യായവിസ്താരത്തിൽ നിൽക്കണം. സ്തോത്രം. എന്നാൽ ന്യായവിധിയിൽ നിന്ന് ഒഴിവാകുന്നത് കർത്താവിലായവര് മാത്രമാണ്. അതുകൊണ്ടാണ് റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യനുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ലെങ്കിലും ദൈവമക്കൾക്ക് ഒരു ന്യായവിധിയുണ്ട്. അത് രക്ഷിക്കപ്പെട്ട ശേഷം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തത് മുഴുവൻ, നോക്കണേ, ബേമാ ന്യായാസനത്തിന് മുമ്പാകെ ഓരോന്നും വിസ്തരിക്കപ്പെടും. അതാണ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ
നമ്മൾ വായിക്കുന്നത് തീ തന്നെ ശോധനയിരിക്കും എന്ന്. യേശു ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമില്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ഓരോരുത്തൻ മരം, പുല്ല്, വൈക്കോൽ, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ കൊണ്ട് പണിയുന്നു. അതെല്ലാം തീ കൊണ്ട് ആ ദിവസം അതിനെ ശോധന കഴിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് പ്രിയപ്പെട്ടവരെ സ്തോത്രം, യേശു ക്രിസ്തു നമ്മെ എല്ലാവരെയും ബേമ എന്ന ഒരു ന്യായാസനത്തിന് മുമ്പിൽ ന്യായം വിധിക്കും. അതാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും, പൗലോസ് ഉൾപ്പെടെ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അതുകൊണ്ട് റോമാലേഖനം 14-ാം അധ്യായത്തിൽ നിങ്ങൾ സഹോദരൻ വിധിക്കുന്നത് പോലെ ചികിരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടി വരും. സ്തോത്രം. നോക്കണേ, പിന്നെ താഴെ വരുമ്പോൾ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. റോമാലേഖനം 14-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലെ കണക്ക് കൊടുക്കണം. ശിക്ഷാവിധി ഇല്ലെന്നേ ഉള്ളൂ, ന്യായവിധിയുണ്ട്. എല്ലാ മനുഷ്യരും, ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ചിട്ടുള്ള മുഴുവൻ പേരും ന്യായവിസ്താരത്തിൽ വരണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾ അവർ രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ളവരുടെ ജീവിതമാണ് ന്യായവിസ്താരത്തിൽ വരുന്നത്. അത് പ്രതിഫലം പ്രാപിക്കുന്നതിനാണ്. അറിയാമല്ലോ, ശിക്ഷാവിധിയുണ്ട്, ന്യായവിധിയുണ്ട്. രണ്ടാ. നമുക്ക് ന്യായവിധിയാണ്, ശിക്ഷാവിധി ഇല്ല. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ 2 കൂട്ടം ജഡ്ജിമാരുണ്ടല്ലോ. ഈ പൊതുലോകത്തിലെ ഈ കോടതിയിലെ ജഡ്ജി, ആ ജഡ്ജിയുടെ മുമ്പിൽ ഒരു പ്രതിയെ കൊണ്ട് നിർത്തിയിരിക്കുന്നു, കുറ്റപത്രം കൊടുത്തിരിക്കുന്നു. ആ കുറ്റപത്രത്തിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള തെറ്റ് ഈ പ്രതി ചെയ്തോ എന്നുള്ളത് സാക്ഷ്യ വിസ്താരത്തിലൂടെയും സാഹചര്യ തെളിവുകളിലൂടെയും തൊണ്ടി സാധനങ്ങൾ പരിശോധിച്ചുമൊക്കെ ജഡ്ജി ഉറപ്പുവരുത്തിയിട്ട് ആ പ്രതി ആ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതി കുറ്റക്കാരനെന്ന് വിധിച്ചിട്ട് നിയമപുസ്തകത്തിൽ ആ കുറ്റത്തിന് പറഞ്ഞിരിക്കുന്ന ശിക്ഷ എന്തോ അത് വിധിക്കുക. അതാണ് ശിക്ഷാവിധി. എന്നാൽ വേറൊരു കൂട്ടം ജഡ്ജിമാരുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ യൂത്ത് മീറ്റിങ്ങിന് പ്രസംഗത്തിന് മാർക്കിടാനിരിക്കുന്ന ജഡ്ജി, അല്ലെങ്കിൽ നമ്മുടെ സംഗീതം സിംഗിങ് കോമ്പറ്റീഷന് മാർക്കിടാനിരിക്കുന്ന ജഡ്ജി, പിന്നെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിന് മാർക്കിടാനിരിക്കുന്ന ജഡ്ജി, കുഞ്ഞുങ്ങൾ പാടുന്ന പാട്ട് അതിനെ വിലയിരുത്തി അതിനുള്ള ഒരു സമ്മാനം കൊടുക്കാനിരിക്കുന്ന ജഡ്ജിയാ. ഇതുപോലൊരു ജഡ്ജിയായിട്ട് കർത്താവ് ബേമാന്യാസനത്തിൽ ഇരിക്കുന്ന കാര്യം ദൈവമക്കൾക്ക് ഉള്ളതാണ്. എന്നാൽ സ്തോത്രം, മറക്കരുത്, വെളിപ്പാട് പുസ്തകത്തിൽ അന്ത്യന്യായവിധിയുടെ ചിത്രമുണ്ട്. 20-ാം അധ്യായത്തിലുണ്ട്. അവിടെ നമ്മൾ കാണുന്നത്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനം അതിലൊരു ഇരിക്കുന്നതും കണ്ടു. അടുത്ത വാക്ക്, മരിച്ചവർ ആ ബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. ബാലികാ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ. മൂലഭാഷയിൽ പ്രായത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് അവിടെ. ഇംഗ്ലീഷിൽ ഗ്രേറ്റ് ആൻഡ് സ്മോൾ എന്നും ഒക്കെയാ പറയുന്നത്. പക്ഷേ മൂലഭാഷയിൽ മലയാളം തർജ്ജമ നന്നായിരിക്കുന്നു. ബാലികാ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ. ഒരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ, ശിശുക്കളില്ല. അപ്പോൾ ബാലികാ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ അന്ത്യന്യായ വിധിയിൽ വരേണ്ടി വരും. ഒന്നുകിൽ നോക്കണേ, സ്തോത്രം, എവിടെ വരും? രക്ഷിക്കപ്പെട്ടവർ ബേമാന്യാസത്തിൽ വരും, അല്ലാത്തവർ അന്ത്യന്യായ വിധിയിൽ വരും. അത് ബാലികാ ബാലന്മാർ മുതൽ വരും. ഈ നോക്കണേ, സ്തോത്രം, പ്രിയപ്പെട്ട, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ബാലികാ ബാലന്മാർ ന്യായവിസ്താരത്തിൽ വരേണ്ടവരാണ്, നിൽക്കേണ്ടവരാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. ശ്രദ്ധിക്കണേ, ഈ ഒരു തെറ്റ് കുറ്റമാകുന്നത് തിരിച്ചറിവും തീരുമാനശേഷിയും ഉള്ളത് കൊണ്ടാണ്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ എല്ലാവരും? ഒരു തെറ്റ് കുറ്റമാകുന്നത് തിരിച്ചറിവും തീരുമാനശേഷിയും ഉള്ളത് കൊണ്ടാണ്, പ്രിയപ്പെട്ടവരെ. അപ്പോൾ എന്നാൽ തിരിച്ചറിയാൻ പ്രായമാകാത്ത ഒരു കുഞ്ഞ്, സ്വന്തമായി പരിജ്ഞാനത്തോടെ തീരുമാനമെടുക്കാൻ പ്രായമാകാത്ത ഒരു കുഞ്ഞ് ചെയ്യുന്ന ഒരു തെറ്റ് കുറ്റമായി കണക്കാക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ കോടതിയിൽ പോലും ഏജ് ഓഫ് അക്കൗണ്ടബിലിറ്റി എന്നൊന്ന് വെച്ചിട്ടുണ്ട്. നോക്കണേ, സ്തോത്രം. അതായത് ഉത്തരവാദിത്തപ്പെടുവാൻ പ്രായമാകുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു തെറ്റ് കുറ്റമായി കണക്കാക്കുകയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമ്മുടെ കുഞ്ഞുങ്ങൾ ബാലികാ ബാലന്മാർ മുതൽ എല്ലാവരും ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കുവാൻ ബാധ്യസ്ഥരാണ്.
സ്തോത്രം. എവ്രി വൺ ഹാസ് ടു ഗീവ് ആൻ അക്കൗണ്ട് ഓഫ് ഹിസ് ലൈഫ് ബിഫോർ ദ ലോർഡ്. നോക്കണേ, അത് മറക്കരുത്. അതുകൊണ്ട് അവരെ സ്തോത്രം പരിശീലിപ്പിക്കുന്ന കാര്യത്തിൽ സ്തോത്രം ക്രിസ്ത്യൻ പേരൻസ് എന്തൊരു വലിയ ചുമതലയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അറിയാമോ? ദൈവം നിങ്ങൾക്ക് തന്ന കുഞ്ഞ് അതൊരു ബെറ്റാനാണ്, അതൊരു ട്രോഫി അല്ല. എൻ്റെ കൂടെ ഉണ്ടേ, അതൊരു ചുമതലയാണ്, അതൊരു ഉത്തരവാദിത്വമാണ്. സ്തോത്രം. പിന്നെ ഒരു ട്രോഫി അല്ല, ട്രോഫി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ബെറ്റാനാണ്, ഇത് ചുമതലയാണെന്ന് മറന്നു പോകരുത്. സ്തോത്രം. സോ എവ്രി ക്രിസ്ത്യൻ എല്ലാ ക്രിസ്തീയ മാതാപിതാക്കന്മാരും ഈ കാര്യം ഓർമ്മയിൽ വെക്കണം. സൺഡേ സ്കൂൾ അധ്യാപകർക്ക് മാത്രമല്ല, പേരൻസിനും അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്യുന്ന, കരുപ്പിടിപ്പിക്കുന്ന കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്, മറക്കരുത്. ചില ചോദിക്കും, ഏത് പ്രായം മുതലായി പിന്നെ തിരിച്ചറിവും തീരുമാനശേഷിയും ഉള്ളവരെ വിസ്താരത്തിൽ കൊണ്ടുവരുന്നത്? ഇത്ര വയസ്സ് മുതലെന്ന് ഏതെങ്കിലും വയസ്സ് ഉണ്ടോ? സൗരങ്ങളെ ഏതെങ്കിലും ഒരു വയസ്സെന്നല്ല. ചില ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞത് 12 years എന്ന് പറയും, 13 years എന്ന് പറയും, ടീനേജ് മുതൽ എന്നൊക്കെ പറയും. ഏതായാലും നല്ല തിയോളജൻസ് പറയുന്നത്, ഞാനും അത് വിശ്വസിക്കുന്നു. അതായത് ഞാൻ നല്ല തിയോളജനാണെന്ന് അവകാശപ്പെടുകയല്ല കേട്ടോ. നല്ല തിയോളജൻസ് ഒക്കെ പറയുന്നത് ഐക്യുവിന്റെ അടിസ്ഥാനത്തിലാണ്, ഐക്യുവിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കപ്പെടുന്നതാണ്. നിങ്ങളുടെ കുഞ്ഞ് ഭയങ്കര മിടുക്കനാണെന്നുള്ളത് നിങ്ങൾ അഭിമാനിക്കുന്നോ? മീൻസ് നല്ല ഐക്യമാണ്, നല്ല കഴിവാവന്, ഭയങ്കര മിടുക്കനാവൻ. അഭിമാനിക്കുന്ന ഒരു കാര്യം മറക്കല്ല്, അത്ര കണ്ട് നേരത്തെ അവൻ ന്യായവിസ്താരത്തിൽ നിൽക്കുവാൻ മീൻസ് ബാധ്യതയുള്ളവനാകുന്നു എന്നതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഈ ബുദ്ധിമാന്യമുള്ളവര് ന്യായവിസ്താരത്തിൽ വരികയില്ല. ശിശുക്കൾ, തിരിച്ചറിയാൻ പ്രായമാകാത്ത ശിശുക്കൾ ന്യായവിസ്താരത്തിൽ വരികയില്ല. ബാക്കി എല്ലാവരും ന്യായവിസ്താരത്തിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം നമ്മൾ കൊടുക്കേണ്ട പരിശീലനം കർത്താവിനെ പ്രസാദിപ്പിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നതിനായിരിക്കണം. സ്തോത്രം. എൻ്റെ കൂടെ തന്നെ ഉണ്ട് നിങ്ങള്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം തന്നിരിക്കുന്ന ഒരു ദാനമാണ്, ചുമതലയാണ്. അവര് നമുക്ക് സന്തോഷമാണ്, അവർ നമുക്ക് അനുഗ്രഹമാണ്. പക്ഷേ അത് വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്, മറന്നു പോകരുത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സൺഡേ സ്കൂളിലെ അധ്യാപകർക്ക് ഇവരെ ആത്മീയ കാര്യങ്ങളിൽ പരിശീലിപ്പിക്കാൻ കിട്ടുന്നത് ചുരുങ്ങിയ ഒരു സമയമേ ഉള്ളൂ. ആഴ്ചയിൽ ഒരിക്കൽ 2 മണിക്കൂർ മാക്സിമം. എനിക്ക് അറിഞ്ഞുകൂടെ എത്ര സമയമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരാഴ്ചയിൽ ഒരിക്കൽ 2 മണിക്കൂർ. പക്ഷേ സ്തോത്രം, ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂടെയാണ് രാവും പകലും. അതുകൊണ്ട് സ്തോത്രം, നിങ്ങളുടെ പേരൻസിന്റെ ഉത്തരവാദിത്വമാണ് ഏറെ പ്രധാനമെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. സ്തോത്രം. ഒരിക്കലും മറന്നു പോകരുത്. സ്തോത്രം. ഈ മീൻസ് ഈ കുഞ്ഞിനെ മോൾഡ് ചെയ്യുന്നതിനാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, കരുപ്പിടിപ്പിക്കുന്നതിനാണ്. ഇത് നമ്മൾ പരിശീലിപ്പിക്കുന്നതനുസരിച്ച് കുഞ്ഞുങ്ങൾ പരിശീലിപ്പിക്കപ്പെടും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം, നിങ്ങൾ എൻ്റെ കൂടെ വരണേ, മറക്കാതിരിക്കാനായിട്ടും കാര്യങ്ങൾ വ്യക്തമാകാനും വേണ്ടിയാ. ഞാൻ ജനിച്ചു വളർന്നത് കിടങ്ങന്നൂര് എന്ന് പറയുന്ന സ്ഥലം ആറന്മുള അടുത്താണ് കേട്ടോ. ഈ പന്തളത്തിനും ആറന്മുളയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഞങ്ങളുടെ സ്ഥലം. എൻ്റെ ബാല്യപ്രായത്തിൽ ഈ പന്തളത്തെ തമ്പുരാനെ ആറന്മുളയോട്ട് ഇങ്ങനെ എഴുന്നള്ളിച്ചോണ്ട് ശബരിമല പോകാനായിട്ട് അവർ കൊണ്ടുപോകും. ഈ കൊണ്ടുപോകുന്നത് ഒരു പല്ലക്കിലാണ് കൊണ്ടുപോകും. ഞങ്ങളൊക്കെ കാണാനായിട്ട് പോയി ഇങ്ങനെ നിൽക്കും, വഴിയോരത്ത് പോയി നിൽക്കും. ഇങ്ങനെ അയാളെ ഒരു പല്ലക്കിൽ എഴുന്നള്ളിച്ചോണ്ട്, ഒരു പല്ലക്കെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, പലങ്ക്വിൻ ഒരു പല്ലക്കില്. ഈ പല്ലക്കെന്ന് പറഞ്ഞാൽ അത് മെറ്റൽ കൊണ്ടൊന്നല്ല, ഇരുമ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഈ മനുഷ്യൻ കൂടി ഇരിക്കുന്നത് താങ്ങാൻ ഭയങ്കര പാടല്ലേ, ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഈ പല്ലക്കുണ്ടാക്കുന്നത് മുളയടുക്കിയാണ് ഈ പല്ലക്കുണ്ടാക്കുന്നത്. മുളയടുക്കിയ. ഈ മുളയെന്ന് പറഞ്ഞാൽ ഭാരം കുറഞ്ഞതും ഭയങ്കര ബലമുള്ളതുമാണ് ബാമ്പു. ഈ മുള തീരെ ഭാരം കുറവാ, പക്ഷെ ഭയങ്കര ബലമാണ് ഈ മുളയ്ക്ക്. അതുകൊണ്ട് ഈ പല്ലക്കുണ്ടാക്കാൻ ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ മുളം കാച്ചി എന്ന് പറഞ്ഞ ഈ മുളയുടെ മൂട്ടിൽ കൂട്ടത്തോടെ ഈ മുള വളരുന്നത് അറിയാമല്ലോ. ഈ
ഈ ഒരു മുളം കാഞ്ചി എന്നാണ് പറയുന്നത്. ഈ മുളയുടെ ഒരു ചെറിയ പുതിയൊരു ബ്രാഞ്ച് അതിങ്ങനെ മുട്ടിന് ഇങ്ങനെ പൊങ്ങി വരും. ഈ പൊങ്ങി വരുമ്പോ ഇവരെന്തോ ചെയ്യുന്നറിയാമോ? ഒരു മണ്ണ് കൊണ്ടുള്ള ഒരു മോൾഡ് കൊണ്ട് ആ മോൾഡിനകത്തേക്ക് ഈ കാഞ്ചി ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ആ മോൾഡ് അവിടെ ബലമായിട്ട് മറ്റ് ബ്രാഞ്ചസിലൊക്കെ കെട്ടി ഉറപ്പിച്ചു വെക്കും. അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് തിരികെ വന്ന് ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെയാ പോകുന്നത്. ഇങ്ങനെ. അപ്പൊ ഈ പലങ്കൻ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ പോകണം. അത് ഈ ആൽഫ ഇതൊക്കെ എഴുതുന്ന പോലെ ഇങ്ങനെ ഇങ്ങോട്ട് ഒമേഗ എഴുതുന്ന പോലെ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ പോകണം. ഇത് ഇങ്ങനെ ഈ മുളങ്കാഞ്ചി ഇങ്ങോട്ട് വരുമ്പോഴേ ഈ മോൾഡിനകത്തോട്ട് കയറ്റിവിടും. അപ്പോൾ ഈ മോൾഡിനകത്തോട്ട് കയറുന്ന മുളങ്കാഞ്ചി എന്ത് ചെയ്യുക? ഇങ്ങനെ കയറി വരും. ഭയങ്കര ശക്തമായി മുളങ്കാഞ്ചി കിട്ടും. ഓർത്ത് വളരുന്ന. എന്നിട്ട് മുമ്പോട്ട് ഒരുപാട് തടസ്സം അവരിങ്ങനെ വലത്തോട്ട് വളഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് വന്നിട്ട് പിന്നെ അവിടെ തടസ്സം. അപ്പൊ മുകളിലോട്ട് വളഞ്ഞിട്ട് അവിടെ തടസ്സം. പിന്നെ അടുത്തോട്ട് വളയും. പിന്നെ അവിടെ തടസ്സം. അതുകൊണ്ട് പിന്നെ നേരെ പോകും. അപ്പൊ ഇതിനകത്തോട്ട് ഇങ്ങനെ വന്ന് ഈ ഷേപ്പിൽ ഈ മുള കാഞ്ചി മുകളിലോട്ട് കയറി പിന്നെ മുകളിലോട്ടങ്ങ് വളരും. ഇത് നല്ല വലിപ്പം ഉണ്ടായിരിക്കും ഈ മോൾഡിന്. എന്നിട്ട് ഈ മോൾഡിൽ ഈ മണ്ണ് കൊണ്ടുള്ള ഈ മോൾഡിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ സുഷിരങ്ങൾ ഇട്ടിട്ടുണ്ടായിരിക്കും. കാറ്റൊക്കെ കയറാനായിട്ട് കേട്ടോ. സുഷിരങ്ങൾ ഇട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു 10-20 മുളം കാഞ്ചിയാൽ ഇങ്ങനെ മോൾഡ് കുത്തിവെക്കും. കുത്തിവെച്ചിട്ട് ഇതിനകത്തോടെ കയറി എന്നിട്ട് ഇതിനകത്ത് ഇത് കയറി അങ്ങ് മൂത്ത് ഒരു 5-6 കൊല്ലം അത്രയും ഒന്നും വേണ്ടെന്നാ പറയുന്നത് മുളയ്ക്ക്. അതങ്ങ് ബലമാകും. അതങ്ങോട്ട് ബലമായി കഴിയുമ്പോൾ പിന്നെ മൂട്ടീന്ന് ഇത് വെട്ടിയെടുത്ത് ആ മോൾഡ് അങ്ങ് പൊടിച്ചു കളയും. എന്നിട്ട് ഈ മൂട്ടീന്ന് വെട്ടിയെടുത്ത് ആ ഒരേ അളവിലുള്ള 20 മുളങ്കാഞ്ചി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. മുള കിട്ടിയിട്ടുണ്ട്. ഒരേ ഷേപ്പിലുള്ള മുള കിട്ടിയിട്ടുണ്ട്. ഒരേ അളവിലുള്ള മുള കിട്ടിയിട്ടുണ്ട്. അതങ്ങോട്ട് അടുക്കി വെക്കും. എന്നിട്ട് മറ്റു മുള കൊണ്ട് ഇതിങ്ങനെ ബന്ധിപ്പിക്കും. എന്നിട്ട് അതിന്റെ അടിയിൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി 2 തെണ്ണ് മറ്റു വേറെ 2 അതുകൊണ്ട് 2 അറ്റവും മുമ്പോട്ടും പുറകോട്ടും തെള്ളി നിൽക്കുന്നതായിട്ടുണ്ടാക്കും. ഇത് ഭയങ്കര ബലമാകട്ടോ. ഇതങ്ങോട്ട് അലങ്കരിക്കും. പിന്നെ ഇതങ്ങോട്ട് ഭയങ്കരമായിട്ട് നല്ല നിറമുള്ള തുണിയും ക്യാൻവാസും ഒക്കെ കൊണ്ട് ഇതങ്ങോട്ട് അലങ്കരിച്ച് അതിനകത്ത് ഒരാളിന് സുഖമായിട്ട് ഇരിക്കാനോ കിടക്കാനോ ഒക്കെ കഴിയുന്ന വലിപ്പം ഉണ്ടാകുന്നത് കേട്ടോ. എന്നിട്ട് അത് നല്ലതായിട്ട് അതിന് അടിയെല്ലാം നല്ല മെത്ത പോലെ ആക്കും. ഇതാണ് പലങ്ക്വിൻ. പലങ്ക്വിൻ എന്ന് ഇംഗ്ലീഷ് പറയുമല്ലോ. ഈ പലങ്ക്വിൻ ഇങ്ങനെയാണ് പലങ്ക്വിൻ ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മുളങ്കാഞ്ചി ഇങ്ങനെ മുളച്ചു വരുമ്പോഴേ അതിനെ ആ മോൾഡിനകത്തൂടെ കയറ്റി വിട്ടാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലും അളവിലും ഈ മുള നമുക്ക് കിട്ടും. നോക്കണേ. എന്നിട്ട് അത് മെറ്റൽ കൊണ്ടൊന്നും ഈ മോൾഡ് ഉണ്ടാക്കി വെക്കത്തില്ല. അതിനിടയ്ക്ക് ഞാൻ സുഷിരങ്ങൾ ഇട്ടേക്കും, വായുവും വെള്ളവും ഒക്കെ കയറാനായിട്ട്. ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവചനമെന്ന മോൾഡിലേക്ക് നമ്മൾ ആദ്യമേ അവരുടെ ചെറുപ്പത്തിലേ അവരെ അങ്ങോട്ട് കയറ്റി വിട്ടാണ്ടല്ലോ. സ്തോത്രം. അവര് ദൈവഹിതപ്രകാരമുള്ള ഒരു മോൾഡിൽ അവരിങ്ങനെ വളർന്ന് വന്ന് അങ്ങനെ അവർ മോൾഡഡ് ആകുവാനിടയായിത്തീരും. സ്തോത്രം. രാജാവിന് എഴുന്നള്ളാനുള്ള ഒരു പലങ്ക്വിൻ പോലെ. സ്തോത്രം. നോക്കണേ. സ്തോത്രം. അവര് രൂപപ്പെടുവാനിടയായിത്തീരും. സ്തോത്രം. അതാണ് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക. വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നടക്കുന്ന വഴിയുണ്ട്, നടക്കേണ്ടുന്ന വഴിയുണ്ട്. വളർന്നത് കൊണ്ട് വളർത്തിയത് കൊണ്ട്, തന്നെ വളർന്നത് കൊണ്ട് വളർത്തിയതുകൊണ്ട്. സ്തോത്രം. മറക്കല്ലേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ വചനമെന്ന മോൾഡിലിട്ട് കയറ്റിവിട്ട് നമ്മൾ ഇങ്ങനെ അവനെ രൂപപ്പെടുത്തിക്കൊണ്ട് വരണം. സ്തോത്രം. പേരൻസിന് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇനി നമ്മൾ മറക്കരുത്. സ്തോത്രം. ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ വഷളത്വം നിറഞ്ഞൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഭയങ്കര വഷളത്വം നിറഞ്ഞൊരു സമൂഹത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നുള്ള നമ്മൾ മറന്നു പോകരുത്. ഈ വഷളത്വം നിറഞ്ഞ ഈ സമൂഹത്തിൽ വഷളത്വം നിറഞ്ഞ ഈ സമൂഹത്തിൽ ഈ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ
അവർ ദൈവകൃപയിൽ വിശുദ്ധ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ, സ്തോത്രം പ്രിയപ്പെട്ടവരെ, അവരുടെ മേൽ നല്ല കെയർ നമ്മൾ കൊടുക്കണം. നല്ല കെയർ, നല്ല ശ്രദ്ധ നമ്മൾ കൊടുക്കണം. ശ്രദ്ധിക്കണേ, സ്തോത്രം. നമ്മൾ ഒരു കാര്യം മറക്കരുത്, നമ്മളുടെ കുഞ്ഞുങ്ങൾ, നല്ല മനുഷ്യരായ നമ്മളുടെ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളാ ജനിക്കുന്നവരാ. അവരിലും പാപപ്രകൃതമുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അവരിലും പാപപ്രകൃതമുണ്ട്. സ്തോത്രം. നോക്കണേ, അവർക്ക് ആ പാപപ്രകൃതത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകുവാനായി നമ്മൾ അവരെ, സ്തോത്രം, പരിശീലിപ്പിക്കണം. സ്തോത്രം. നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആണെങ്കിലും വീട്ടിൽ പേരൻസ് ആണെങ്കിലും അവരിൽ പാപബോധമുണ്ടായി അവർ കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാനുള്ള ഒരു ഒരുക്കം അവരിൽ ഉണ്ടാക്കണം. അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. പ്രിയപ്പെട്ടവരെ, അയ്യോ, ഞാൻ ഈ പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഈ പാപബോധം വന്നെങ്കിലേ ഒരു വ്യക്തി യഥാർത്ഥമായി രക്ഷിക്കപ്പെടുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ഒരുവനിൽ ചെയ്യുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നതിനാണ്. അപ്പോൾ പേരൻസ്, ഈ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ട് എന്റെ കുഞ്ഞു പാവിയല്ലോ എന്നാരും ചിന്തിക്കുന്നത്. പൊന്നു സ്നേഹിതാ, സഹോദരി, നിങ്ങൾക്ക് തെറ്റി. നോക്കണേ, സ്തോത്രം. എല്ലാ മനുഷ്യരിലും ഈ പാപപ്രകൃതം കുടികൊള്ളുന്നുണ്ട്. അത് തിരിച്ചറിയാനായിട്ട് നമ്മൾ അവരോട് ഡീല് ചെയ്യണം, അവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തോത്രം. ഡീൽ ചെയ്യാനായിട്ട് ദൈവം ഞങ്ങൾക്ക് 2 മക്കളെ തന്നിട്ടുണ്ട് കേട്ടോ. മോള് മൂത്ത മോളും രണ്ടാമത്തെ മോനുമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ കുഞ്ഞുങ്ങളെ വളരെ ചെറുപ്പം മുതലേ കുടുംബ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അന്നേരം പറഞ്ഞു കൊടുക്കും. ഞാൻ മിക്കവാറൊക്കെ യാത്രയിലൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് എൻ്റെ ഭാര്യ ആ കാര്യത്തിൽ വളരെ വിശ്വസ്തയോടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ പരിശീലിപ്പിച്ചു കൊണ്ടുവന്നിരുന്നു. സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരിക്കൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നെങ്കിലും അവരുടെ ഒരു സമ്മർദ്ദവും ഞങ്ങൾ ചെലുത്തുകയില്ല. ഞാൻ ചില ദിവസങ്ങൾ വേറൊരു സ്ഥലത്ത് യോഗം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ മോള് എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു വന്ന് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയപ്പം, ഞാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിവരിച്ചു പറഞ്ഞേച്ച് പിന്നെ എന്നോട് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിച്ചു, ആത്മീയ കാര്യങ്ങളാ ചോദിച്ചതിനൊക്കെ ഞാൻ കുഞ്ഞിനെ അവൾക്ക് മനസ്സിലാവുന്ന പോലെ കുറച്ച് മറുപടിയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പം അവൾ ഇച്ചിരുന്നിങ്ങനെ മൗനമായി ഇരുന്നേച്ച് അവള് എന്നോട് പറയാം, എന്റെ പപ്പാ, എനിക്ക് നല്ല കുട്ടിയായിരിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് ഒക്കുന്നില്ല. എന്റെ പപ്പാ, എനിക്ക് നല്ല കുട്ടിയായിരിക്കാൻ ഇഷ്ടമാ, പക്ഷെ എനിക്ക് ഒക്കുന്നില്ല എന്ന് പറഞ്ഞു ഒറ്റ കരച്ചിൽ. സ്തോത്രം. ഞാൻ അവളെ ചേർത്ത് വിളിച്ചു, പൊന്നു മോളെ, സ്തോത്രം, ദൈവമാണ് നിനക്ക് ഈ തിരിച്ചറിവ് തന്നത്. സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് പൊതുവിന്റെ മുമ്പിൽ ഡിഫെൻഡ് ചെയ്ത് അവരെ വെള്ളപൂശി കാണിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തോളൂ, നമ്മൾ അവരെ എൻകറേജ് ചെയ്തോളൂ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, അവരിൽ ഈ തിരിച്ചറിവുണ്ടാകുവാൻ, ഞങ്ങൾക്കൊരു മോളുണ്ടായെന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ചതിനേക്കാൾ അന്നാണ് സന്തോഷിച്ചത്. അപ്പൊ ഞാൻ അവളെ ചേർത്ത് പിടിച്ച്, മോളെ, സ്തോത്രം, ആ മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ആ പാപത്തിന്റെ പരിഹാരത്തിനാണ് യേശു മരിച്ചതെന്ന് ലളിതമായി കുഞ്ഞിന് മനസ്സിലാവുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവൾ കണ്ണുനീരോട് ദിവസം കരഞ്ഞ്, സ്തോത്രം, അവള് കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. പാപിയാണ് കർത്താവേ, എനിക്ക് മാറ്റം വേണമെന്ന് പറഞ്ഞ് പരമാർത്ഥമായും കുഞ്ഞ് വീണ്ടും ജന്മം പ്രാപിച്ചു. സ്തോത്രം. അതിനുവേണ്ടി നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മള് എന്താ പറയുന്നേ, ഈ പെന്തക്കോസ് വീട്ടിൽ ജനിച്ചത് കൊണ്ട് ആ വ്യക്തി ഓട്ടോമാറ്റിക്കായി രക്ഷിക്കപ്പെടുന്നു എന്നുള്ള തെറ്റായ ധാരണ നമുക്കുണ്ടാകരുത്. ഇല്ല, നമുക്ക്, സ്തോത്രം, ഞങ്ങൾ വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ്, ഇന്നലെ ആ ക്ലാസ് കഴിഞ്ഞാണ് ഞാൻ മീറ്റിങ്ങിൽ കൂടിയത്. അതിൽ ഞങ്ങൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായമാണ്. പല വർഷങ്ങളായി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഈ യേശുക്രിസ്തുവും ആത്മമണവാളിനും നമ്മൾ മണവാട്ടിയുമാ. അപ്പോൾ ഈ കല്യാണത്തിൽ അതിന്റെ അടിസ്ഥാനം 1 സ്നേഹം, 2 സ്വന്തമായ തീരുമാനം. കല്യാണം ആലോചിക്കാം, ആളുകൾക്ക് പരസ്പരം പരിചയപ്പെടുത്താം, പക്ഷേ കല്യാണത്തെക്കുറിച്ചുള്ള തീരുമാനമെടുക്കുന്നത് മണവാളിനും മണവാട്ടിയുമാണ്. സ്വന്തമായ തീരുമാനമെടുത്തെങ്കിലേ അവർ മണവാളിനും മണവാട്ടിയും അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരാവുകയുള്ളൂ, കുടുംബജീവിതത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ഇതുപോലെ ഒരു ദൈവ പൈതൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുക്കപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടാണ് സ്വന്തമായ തീരുമാനം. നോക്കണേ, ഒരു കുടുംബത്തിൽ പിറന്നു എന്നുള്ളത് കൊണ്ട്, നല്ല കുഞ്ഞായി വളർന്നു വന്നു എന്നുള്ളത് കൊണ്ട് ആ കുഞ്ഞ് വീണ്ടും ജനിക്കുന്നില്ല. ആ കുഞ്ഞ് വീണ്ടും ജനിക്കണമെങ്കിൽ ആ കുഞ്ഞ് ബോധപൂർവമായി ക്രിസ്തുവിന്റെ മണവാട്ടിയാണെങ്കിൽ സ്വന്തമായ തീരുമാനമെടുക്കണം. കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. പാപിയാണെന്നുള്ളത് അംഗീകരിക്കണം. യേശുവിന്റെ പ്രായശ്ചിത്ത ബലിമരണം തന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചെങ്കിൽ മാത്രമേ ആ കുഞ്ഞ് ക്രിസ്തുവിന്റെ മണവാട്ടിയാകുകയുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പേരൻസ് ഇതിനു വേണ്ടി കുഞ്ഞുങ്ങളെ ഒരുക്കണം. സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറയുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മീൻസ് അങ്ങനെ വരുമ്പോൾ അവരുടെ മേൽ നമ്മൾക്ക് ചിലപ്പോൾ കാര്യം അവരിൽ പാപപ്രകൃതമുള്ളത് കൊണ്ട് നമുക്ക് അവരുടെ മേൽ ചിലപ്പോഴൊക്കെ നിയന്ത്രണങ്ങൾ വെക്കേണ്ടി വരും. പിന്നെ തന്നെയല്ല, കുഞ്ഞുങ്ങൾ അവരെ വളർന്നു വരുന്ന സാഹചര്യം, അല്ലെങ്കിൽ അവരെ പഠിക്കുന്ന സ്കൂളുകൾ, അവരിടപെടുന്ന കൂട്ടുകാർ, ഇവരെ കുറിച്ചൊക്കെയുള്ള മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാമായിരിക്കണം. ശ്രദ്ധിക്കണേ. സ്തോത്രം. നിങ്ങൾക്ക് അറിയാൻ മേലാത്ത ഒരൊറ്റ കൂട്ടുകാരനോ കൂട്ടുകാരിയോ നിങ്ങളുടെ കുട്ടികൾക്ക് ആർക്കും ഉണ്ടാകാൻ പാടുള്ളതല്ല. ഈ സ്കൂളിൽ പോയിച്ച് വന്നാണ്ടല്ലോ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിച്ച് വന്നാൽ അന്ന് സ്കൂളിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും തത്ത പറയുന്ന പോലെ ഹൃദയം തുറന്ന് പറയാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾ വന്ന് അവർക്ക് കുറച്ചും കൂടെ ടോക്കറ്റീവ് ആണെന്നാ പറയുന്നത്. അവരിങ്ങനെ വന്ന് അയ്യോ അങ്ങോട്ട് പോയപ്പോ അങ്ങനെ ഉണ്ടായി, അല്ലെ അതാ കുട്ടി അങ്ങനെ ഇങ്ങനെ അങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം മുതൽ തിരിച്ച് വീട്ടിൽ വന്നപ്പം വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ അവൾ പറയാൻ ഉത്സാഹിച്ച് വലിയ ആവേശത്തോടെ അമ്മയുടെ അടുത്ത് വരുമ്പം പറയാ, നീ ഒന്ന് നിർത്ത, എനിക്കൊരു ജോലിയുണ്ട്. ഒരിക്കലും പറയാൻ പാടുള്ളതല്ല. അവള് പറയട്ടെ, അവളെ പറയിപ്പിക്കണം. മോനെ പറയിപ്പിക്കണം, മോനെ പറയാൻ പ്രേരിപ്പിക്കണം. ലെറ്റ് ദം ടോക്ക് ആൻഡ് ടോക്ക് ആൻഡ് ടോക്ക്. അവര് പറയണം, അവരെ പറയിപ്പിക്കണം. ഒരിക്കലും അവര് പറയുമ്പോൾ അവരെ നിയന്ത്രിക്കുക മാത്രമല്ല, അവര് ചിലപ്പോൾ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ ആരോടെങ്കിലും ഇച്ചിരി ഒരു യോഗ്യമല്ലാത്ത പോലുള്ള ഒരു ഇടപാടുണ്ടായെന്നിരിക്കട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നേരം പോകുന്നതുകൊണ്ട് ഞാൻ ഉദാഹരണം പറയാൻ പോകുന്നില്ല. നീ അങ്ങനെ ചെയ്തോ, ഉടനെ ചെവിക്ക് പിടിക്കാനും ചൂരിലെടുക്കാനും പോരുത്. അങ്ങനെ ചെയ്താൽ എന്ത് പറ്റുമെന്നറിയോ? പിന്നെ അവള് പറയത്തില്ലത്, ഒരിക്കലും പറയില്ല. അവൻ പറയത്തില്ല, പിന്നെ അത് അവനോ അവളോ അത് പിന്നെ പറയത്തില്ല. അങ്ങനല്ല. ഓ എന്റെ മോനെ, എന്നിട്ട് അത് മുഴുവൻ പറയട്ടെ. അത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് സ്നേഹത്തോടെ തിരുത്തി കൊടുക്കണം. അതിന്റെ ദോഷഫലങ്ങളെ കുറിച്ച് അവരെ ഓർമ്മിപ്പിച്ച് സ്നേഹത്തോടെ അവരെ ബോധവൽക്കരിക്കണം. സ്തോത്രം. അല്ലാതെ അവരെ പെട്ടെന്ന് കുറ്റപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് നമ്മൾ പോകരുത്. സ്തോത്രം. ശ്രദ്ധിക്കണേ. സ്തോത്രം. കറക്റ്റീവ് മീൻസ് എന്തായാലും പറയുന്നേ, ഈ പെട്ടെന്ന് ശിക്ഷാ നടപടി എടുക്കുന്ന ആ രീതിയിലേക്ക്, പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയിൽ അങ്ങനെയാ. സ്തോത്രം. ശിക്ഷാ നടപടി എടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഒരാൾ പറഞ്ഞിരിക്കുന്ന ഒരെണ്ണം ഞാൻ പറഞ്ഞോട്ടെ, ആ വാചകം ഞാൻ വായിക്കാം. റിസോർട്ട് ടു റെസ്റ്റോറേറ്റീവ് കോൺവെർസേഷൻ, നോട്ട് പ്യൂണിറ്റീവ് ഡിസിപ്ലിൻ. റിസോർട്ട് ടു റെസ്റ്റോറേറ്റീവ് കോൺവെർസേഷൻ,
നോട്ട് പ്യൂനിറ്റീവ് ഡിസിപ്ലിൻ. മനസ്സിലായല്ലോ? റെസ്റ്ററേറ്റീവ്, ഉദ്ധരിക്കുന്ന സംഭാഷണം ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ല ശിക്ഷാ നടപടി എടുത്ത് തിരുത്താനല്ല പോകേണ്ടത്. കേട്ടല്ലോ? സ്തോത്രം. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റ് അല്ലെങ്കിൽ യോഗ്യമല്ലാത്ത എന്തെങ്കിലും ഒരു ഇടപാട് ഉണ്ടായെങ്കിൽ അവരത് തുറന്നു പറയാൻ അവരെ പ്രേരിപ്പിക്കണം. എന്നിട്ട് ഭാവിയിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അത് നിങ്ങളോട് പറയാനും മാത്രം അവർക്ക് നിങ്ങളുടെ അടുത്ത് സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. അമ്മയപ്പന്മാർ, പ്രത്യേകിച്ച് അമ്മമാർ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നേരം വളരെ വേഗം കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവരെ കറക്റ്റ് ചെയ്യുന്ന, അവർ ഒഫൻഡഡ് ആകുമെന്ന് വിചാരിച്ച് കറക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും മടിക്കരുത്. അവർ ഒഫൻഡഡ് ആകും എന്ന് വിചാരിച്ച് കറക്റ്റ് ചെയ്യാൻ നമ്മൾ മടിക്കരുത്. ഞാൻ വേദപുസ്തകത്തിൽ ഒരു ഭാഗം ഒന്ന് കാണിച്ചുതരാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 1 വേഴ്സസ് 5 and 6 നമ്മളത് വായിക്കുമ്പോൾ അവിടെ ദാവീദ് രാജാവ് ഹഗ്ഗീത്ത് എന്ന് പറയുന്ന തന്റെ ഭാര്യയിൽ തനിക്ക് ജനിച്ച അദോനിയാവ് എന്ന് പറയുന്ന ഒരു മകനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നോക്കണേ. സ്തോത്രം. അതായത് 5-ാം വാക്യം. അനന്തരം ഹഗ്ഗീത്തിന്റെ മകനായ അദോനിയാവ് നിഗളിച്ചും കൊണ്ട് ഞാൻ രാജാവാകുമെന്ന് പറഞ്ഞ രഥങ്ങളെയും കുതിരച്ചവരെയും തനിക്ക് മുമ്പായി ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. അവന്റെ അപ്പൻ ദാവീദ് അവനെ മുഷിപ്പിക്കരുതെന്ന് വെച്ച് അവന്റെ ജീവകാലത്ത് ഒരിക്കലും നീ ഇങ്ങനെ ചെയ്തതെന്ത് എന്ന് അവനോട് ചോദിച്ചിരുന്നില്ല. അവനും ബഹുസുന്ദരനായിരുന്നു. അബ്ശാലോമിന്റെ ശേഷമായിരുന്നു അവൻ ജനിച്ചത്. നമുക്ക് അതിസുന്ദരനായ അബ്ശാലോമിന് ശേഷം അതിലും സുന്ദരനായ അദോനിയാവ് ജനിച്ചപ്പം അവനെ അങ്ങ് കയറൂരി വിട്ടു. ഇവനിങ്ങനെ ഓരോ വേണ്ടാത്ത വഴികൾ അവൻ സ്വീകരിച്ചപ്പോൾ ഒരിക്കൽ പോലും നീ ഇങ്ങനെ ചെയ്തതെന്ത് എന്ന് അപ്പൻ അവനോട് പറഞ്ഞില്ല. അതിന്റെ ഫലം എന്തായിരുന്നു അറിയാമോ? അവൻ രാജാവായി എന്ന് പറഞ്ഞ് ശലോമോനെ രാജാവാക്കാൻ ഒരുങ്ങിയിരുന്നപ്പോൾ ഇവൻ തന്നെ രാജാവാണെന്ന് പറഞ്ഞ് ഒത്തിരി പേരെ വിളിച്ചോണ്ട് വലിയൊരു വിരുന്നെല്ലാം കഴിച്ചു. അതിന്റെ ഫലം, അവസാനത്തെ ഫലം എന്താണെന്നറിയാമോ? സ്തോത്രം. അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ അധ്യായത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. സ്വന്തം സഹോദരൻ അവനെ കൊന്നുകളഞ്ഞു. നോക്കണേ, 2-ാം അധ്യായത്തിൽ 21ഉം 22ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നേ, അദോനിയാവ് മരിക്കണം എന്ന് ശലോമോൻ രാജാവ് കൽപ്പിച്ചു. യഹോവ നാമത്തിൽ സത്യം ചെയ്തു. പിന്നെ ശലോമോൻ രാജാവ് യഹോയാദയുടെ മകനായ ബെനായാവെ അയച്ചു. അവനെ വെട്ടിക്കൊന്നുകളഞ്ഞു. കേട്ടെ, അവൻ അത്ര കുരുത്തം കെട്ടതിലേക്ക് വന്നു. അതിന്റെ കൂടുതൽ വിവരണങ്ങൾ നിങ്ങൾ അവിടെ വായിച്ചു, അവിടെയുണ്ട്. സ്തോത്രം. അപ്പന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. സ്തോത്രം. അതാണ് പുതിയ നിയമത്തിൽ വരുമ്പോ ജാതിൽ പോലും ഇല്ലാത്ത അതാണ് ശലോമോൻ അവനെ കൊന്നുകളഞ്ഞു. നോക്കണേ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കതറിയാമല്ലോ. അതിനെ കുറിച്ച് ഞാൻ കൊണ്ട് വിശദീകരിക്കുന്നില്ല. ശൂന്യംകാരത്തി അഭിഷേകനെ തനിക്ക് വേണം. അഭിഷേക് ദാവീദ് രാജാവിന്റെ അവസാന നാളിൽ പരിചരിച്ചിരുന്ന ഭാര്യാപദത്തിൽ സ്വീകരിക്കപ്പെട്ടവളായിരുന്നു. കോട്ടെ. സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ മകൻ ബഹുസുന്ദരനായിരിക്കും, സുന്ദരിയായിരിക്കും. അവളുടെ പ്രത്യേക ഹെയർ സ്റ്റൈൽ അവൾക്ക് നല്ലതായിട്ട് ചേരുന്നുണ്ടാകും. പക്ഷേ അത് വിശുദ്ധന്മാർക്ക് യോഗ്യമല്ല എന്ന് കണ്ടാൽ അവനെ മുഷിപ്പിക്കരുതെന്ന് കരുതി തിരുത്താതിരിക്കരുത്. ശ്രദ്ധിക്കണേ. സ്തോത്രം. ഇപ്പോൾ തലമുടി നീട്ടി വളർത്തുന്ന പുരുഷന്മാരും തലമുടി ഷോർട്ട് ആക്കുന്ന പെൺപിള്ളേരും അതൊരു സ്റ്റൈലാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. തന്നെയല്ല പ്രിയ ദൈവമക്കളെ,
മീൻസ് അവന് ചേരുന്ന സ്റ്റൈലിൽ അവൻ ഇരിക്കട്ടെ. അവൻ നല്ല സ്മാർട്ടല്ലേ മോനെ, അവന്റെ നല്ല മുഖത്തിന് നന്നായിട്ട് ചേരണ, ചെവിയുടെ താഴെ വരെ മുടിയുണ്ടെങ്കിലേ അവന് ചേരുവുള്ളൂ. കൊള്ളാം. കുറച്ച് കഴിയുമ്പോൾ അവൻ കഴുത്തിന് താഴോട്ടാക്കും. നോക്കണേ, അവൻ പിന്നെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്നില്ലെന്ന് വരും. എന്റെ പൊന്ന് സഹോദരി സഹോദരന്മാരെ, സ്തോത്രം. തിരുത്തണ്ടപ്പോൾ തിരുത്തണം. കുഞ്ഞുങ്ങളെ മുഷിപ്പിക്കരുതെന്ന് വെച്ച് അരുതാത്ത എന്തെങ്കിലും ചെറിയൊരു കാര്യമെങ്കിലും ജീവിതത്തിൽ ഉണ്ടായാൽ തിരുത്താൻ നിങ്ങൾ മടിക്കരുത്. സ്തോത്രം. മുഷിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് മുഷിപ്പിക്കാതെ തന്നെ തിരുത്തിക്കൊള്ളണം. ഞാൻ പറയും, നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളത് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ ഈ കുഞ്ഞിൽ ഒരു പാപ പ്രകൃതം കുടികൊള്ളുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. സ്തോത്രം. എന്നിട്ട് അവരെ തിരുത്തേണ്ട മേഖലകളിൽ നമ്മൾ തിരുത്തി കൊടുക്കുവാൻ നമ്മൾക്ക് ആവശ്യമുണ്ട്. മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളൊക്കെ അഭിമുഖീകരിച്ചതിനേക്കാൾ കൂടിയ ആശയപരമായ വെല്ലുവിളികൾ അവർ അഭിമുഖീകരിക്കുന്നത്, ഐഡിയോളജിക്കൽ ചാലഞ്ചസ്. വളരെ ഭയങ്കരമായിട്ട് ഐഡിയോളജിക്കൽ ചാലഞ്ചസ് ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് അവരെ ദൈവവചനത്തിലെ യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ, മാർമികമായ അന്തരാർത്ഥങ്ങൾ അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മളും സൺഡേ സ്കൂൾ അധ്യാപകരും പിന്നെ അതുപോലെ ദൈവസഭയും ഉത്സാഹിക്കണം. എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. നിങ്ങളുടെ കൂടെ വരണേ. ഈ പറയുന്ന ആശയം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിമുഖീകരിക്കുന്ന ആശയപരമായ വെല്ലുവിളികൾ, അത് നമ്മൾ പലപ്പോഴും അറിയാതെ പോകും. സ്തോത്രം. ഞാൻ IPC ഫാമിലി കോൺഫറൻസിനെ ക്ഷണിച്ചതനുസരിച്ച് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഞാൻ എഡ്മണ്ടൺ എന്ന് പറയുന്ന കാനഡയിലെ പട്ടണത്തിലേക്ക് പോയിരുന്നു. എഡ്മണ്ടണിലെ മീറ്റിങ്ങുകൾ കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യമാണ് കാനഡയിൽ പോകുന്നതെന്നുള്ളത് കൊണ്ട് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പല പട്ടണങ്ങളിലുള്ള പല സഭകൾ എന്നെ യോഗത്തിന് ക്ഷണിച്ചിരുന്നു. അപ്പൊ എഡ്മണ്ടണിൽ ഞാൻ നേരെ കാൽഗറി പോയി. കാൽഗറിയിൽ നേരെ ഞാൻ ടൊറന്റോയിൽ പോയി. ടൊറന്റോയിൽ എൻ്റെ ഇളയ സഹോദരിയുടെ മക്കൾ 2 പേര് അവിടെ ഉണ്ട്. മൂത്ത ആൾ കുടുംബസ്ഥനായി പാർക്കുന്നു. ദൈവം അവർക്ക് 2 കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്നപ്പോ പച്ചാന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. മൂത്ത മോള് 7 വയസ്സ് പ്രായം. അസാധാരണമായ ബുദ്ധിയും കഴിവുമുള്ള ഒരു മോളാണ്. ഇളയവളും ഇച്ചിരി താഴോട്ടാണെങ്കിലും മൂത്തവള് അസാധാരണമായ, അവളുടെ പ്രായത്തെക്കാൾ കവിഞ്ഞ ബുദ്ധി വൈഭവവും തിരിച്ചറിവുമുള്ള ഒരു മിടുമിടുക്കിയായ കുട്ടി. എനിക്ക് അഭിമാനം തോന്നി. അവള് എന്നോട് ഭയങ്കര സന്തോഷവും സ്നേഹവുമായിട്ട് ഇങ്ങനെ പെരുമാറുക. ഒരു ദിവസം അവള് വന്ന് എന്നോട് പറയുകയാണ്, അപ്പച്ചാ സഫിയ is my best friend. She comes all the way out to help me. If I find it difficult to open my lunch box, she will come and she will help me out, even leaving her own. അവള് എന്റെ ലഞ്ച് ബോക്സ്, are you with me? ലഞ്ച് ബോക്സ് തുറക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ ഈ സഫിയ വന്ന് എന്നെ എനിക്ക് തുറന്നു വരും. അവിടെ ലഞ്ച് ബോക്സ് തുറന്ന് കഴിക്കാൻ കൂട്ടാക്കാതെ അവൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. She is my best friend. She helps me a lot. She gives me a chocolate. Every week she brings a very special chocolate to me. നല്ല കുട്ടിയാ, നല്ല കൂട്ടുകാരിയാ, ബെസ്റ്റ് ഫ്രണ്ടാ. പക്ഷേ അപ്പച്ചാ, the other day, again and again she is telling me, the other day also she told me, what? See, that our God is not the true God. നമ്മുടെ ദൈവമല്ല ശരിക്കും ദൈവമാണ്. അപ്പച്ചാ, ഈ കുഞ്ഞു ചോദിക്കുക, അപ്പച്ചാ, അവർ ഗോഡ് ക്രൈഡ് ഇൻ, നമ്മുടെ ദൈവം കരഞ്ഞില്ലേ? നമ്മൾ ആദ്യ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കണ്ണീർ വാർത്തന്നല്ലേ അടുത്ത പറയുന്നത്. അപ്പച്ചാ, അവർ ഗോഡ് വാസ് തേഴ്സ്റ്റി, ദാഹിച്ചല്ലോ. അവർ ഗോഡ് വാസ് ഹംഗ്രി, അവർ ഗോഡ് walked and tired and he was sitting down at a well, our God slept in a boat, How can such a one be a God? A God who is tired, a God who sleeps, a God who cries. See? A God who is thirsty and hungry. How can he be a God? Safia is telling me again and again. നോക്കണേ, 7 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് അവളുടെ കൂട്ടുകാരി വെറും 7 വയസ്സുള്ള ഒരു സഫിയ മനസ്സിലല്ലോ, നിങ്ങളുടെ നാട്ടുകാരാ,
പറഞ്ഞു കൊടുത്തു. ഇവളിങ്ങനെ എന്നോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അമ്മ വന്നു. അമ്മ വന്നിട്ട് പറഞ്ഞു, അങ്കിളെ എന്നാ പറയാനാ, കഴിഞ്ഞ ദിവസം ഈ പറയുന്ന സഫിയ മോളെ വിളിച്ചു, എന്റെ ഫോണിലാ വിളിച്ചത്. അവളുടെ അമ്മ പറയാം, അവളുടെ ഫോണെ വിളിച്ചു. ഐ വാണ്ട് ടു ടോക്ക് ടു മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു. ഞാനപ്പം മോളെ കൊടുത്തു. ഒരു 10 മിനിറ്റേക്ക് ഇവിടുന്ന് എന്ന് പറയുന്നേ ഉള്ളൂ. അങ്ങേ തലയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കേക്കണേ, ഞാൻ ചെന്ന് ആ അമ്മ പറഞ്ഞു, ഞാൻ ചെന്ന് ആ ഫോണിൽ ഇങ്ങേ തലയ്ക്ക് ചെവി വെച്ചപ്പോൾ അവൾ അപ്പുറത്ത് ഖുറാൻ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ ഞാൻ ഫോൺ മേടിച്ചു ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ്? I am bringing blessings to my best friend. If you listen to the holy book during this holy month, it will bring blessings. കേട്ടോ? ഈ കുഞ്ഞിനോട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള ആശയപരമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നു. എന്റെ പൊന്നു സൗരങ്ങളെ, ഇത് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. നമ്മുടെ ദൈവം അങ്ങ് മാറി നിന്നുകൊണ്ട് കൽപ്പന തരുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം നമ്മുടെ അനുഭവങ്ങൾ പങ്കിടുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മോട് കൂടെ വസിക്കുന്ന ദൈവമാണ്. ദൈവം തന്റെ സർവജ്ഞാനത്തിൽ നമ്മളുടെ വിശപ്പ് എന്താണെന്ന് അറിയുന്നു, നമ്മുടെ ദാഹം എന്താണെന്ന് അറിയുന്നു, നമ്മുടെ ക്ഷീണം എന്താണെന്ന് അറിയുന്നു. ഇതെല്ലാം തന്റെ സർവജ്ഞാനത്തിൽ ദൈവം അറിയുന്നു. പക്ഷേ അവിടുന്ന് നമ്മളെ അനുഭവങ്ങളെല്ലാം വ്യക്തമായി അറിയുന്നു എന്ന് നമ്മെ ഒന്ന് ബോധ്യപ്പെടുത്തി തരേണ്ടതിന് നമ്മളിൽ ഒരുവനെ പോലെ ഇവിടെ വന്ന് നമ്മുടെ അനുഭവങ്ങളെല്ലാം സഹിച്ച്, നോക്കണേ സ്തോത്രം, നമ്മളോട് താതാത്മ്യപ്പെട്ട് ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ കൂടെ വസിച്ച ദൈവമാ നമ്മുടെ ദൈവം. കേക്കണേ, ഞാൻ വളരെ നേരമെടുത്ത് ലളിതമായിട്ട് കുഞ്ഞിന് വിശദീകരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് ബോധ്യപ്പെട്ടു. നോക്കണേ സ്തോത്രം, നമ്മുടെ ദൈവം നമ്മോട് കൂടെ വസിക്കുന്ന ദൈവമാണ്, നമ്മളോട് സഹതാപമുള്ള ദൈവമാണ്. സ്തോത്രം. നോക്കണേ, താൻ മുഖാന്തരമായ ദൈവത്തോട് തന്റെ സഹതാപം കാണിക്കാത്തവനല്ല. സോ he sympathizes with us and he has made us get convinced that he understands all our experiences in order to make us realize that he himself came down and underwent all those experiences for us. സ്തോത്രം. ഇത് ഞാൻ ശരിക്കും എക്സ്പ്ലെയിൻ കൊടുത്തപ്പോൾ എൻ്റെ കുഞ്ഞിന് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ആശയപരമായ വലിയ വെല്ലുവിളികളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിമുഖീകരിക്കുന്നത്. നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് അടിസ്ഥാനപരമായ ദൈവവചന വ്യവസ്ഥകളും പ്രമാണങ്ങളും ഉപദേശങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലളിതമായി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ കുഞ്ഞുങ്ങളുടെ ശരീര വളർച്ചയ്ക്ക് വളരെ ശ്രദ്ധ കൊടുക്കാറുണ്ട്. അവർക്ക് ദ ബെസ്റ്റ് ഫുഡ് കിട്ടുന്നുണ്ട് നമ്മൾ ഉറപ്പുവരുത്താറുണ്ട്. പക്ഷേ ശരീരത്തിന്റെ വളർച്ചയേക്കാൾ അവരുടെ ആന്തരിക ആളത്വത്തിന്റെ ഡെവലപ്മെന്റ് ആണ് പ്രധാനം. മറക്കരുത്. മാത്രമല്ല, ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് നമ്മൾ അവരിൽ ഉണ്ടാക്കണം. ഡു നോട്ട് എൻകറേജ് ദം ടു ഈറ്റ് ജങ്ക് ഫുഡ്. അത് ചെറുപ്പം മുതലേ തുടങ്ങണം. ചെറുപ്പം മുതലേ ആ ജങ്ക് ഫുഡ് കഴിക്കുന്നതിന്റെ ദോഷങ്ങളെ കുറിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം. ക്രിസ്ത്യൻ പേരൻസ് ഹാവ് റെസ്പോൺസിബിലിറ്റി ഇൻ ദാറ്റ് ഏരിയ. എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഞാൻ 1ാമത്തെ ക്ലാസ്സിൽ ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞ പോലെ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, ഞാൻ ആർക്കുള്ളവനാണെന്നുള്ളൊരു സെൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. സെൻസ് ഐ ബിലോങ് ടു ഗോഡ് എന്നുള്ള, ഞാൻ ദൈവത്തിനുള്ളവനാണ്, ദൈവത്തിനുള്ളവളാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ആ കുഞ്ഞിന് ഉണ്ടാക്കി കൊടുക്കണം. ശ്രദ്ധിക്കണേ, സ്തോത്രം. മാത്രമല്ല, നിങ്ങൾ ഒരിക്കലും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സമപ്രായക്കാരായ കുഞ്ഞുങ്ങളെ റൈവൽ എന്ന് കാണാൻ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ചിന്ത കൊടുക്കരുത്. റൈവൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സ്തോത്രം. എൻ്റെ എതിരാളി, എൻ്റെ സ്ഥാനം പിടിക്കാൻ വന്നയാള്, എന്നെക്കാൾ മികച്ചുവെന്ന് എന്നെ കീഴ്പ്പെടുത്തുന്നയാള് എന്നുള്ള ചിന്ത
കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. ശ്രദ്ധിക്കണേ, സ്തോത്രം. മാത്രമല്ല, ഇതൊന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ കുഞ്ഞുങ്ങൾ പരാജയങ്ങൾ അനുഭവിക്കാൻ നമ്മൾ അവസരം കൊടുക്കണം. ദേഷ്യമായി കാണും ഇപ്പൊ നിങ്ങൾക്ക് എന്നോട്, ദേഷ്യമായി കാണും. പക്ഷെ ഇതൊരു പ്രധാന കാര്യമാണ്. ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനൊരു കുഞ്ഞിനെ കൗൺസിൽ ചെയ്യുന്നുണ്ട്. കുഞ്ഞല്ല, യൗവനക്കാരൻ. അവന് ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലെ ഫസ്റ്റ് ആയിരുന്നു, സ്കൂൾ ലീഡറായിരുന്നു. അവന് അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി. എഞ്ചിനീയറിംഗ് കോളേജിന്റെ ടോപ്പറായിരുന്നു. ഒരിക്കൽ പോലും അവൻ പരാജയം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും. എന്നിട്ട് അവൻ ഒരു വിദേശ രാജ്യത്ത് അവന് ഹയർ സ്റ്റഡീസിന് പോയി, എംടെക് എടുക്കാൻ പോയിട്ട് അവൻ അവിടെ ചെല്ലുന്നതിന് ഇവിടെ എഴുതിയ ടെസ്റ്റിൽ അവൻ നല്ലതായിട്ട് ഫെയർ ചെയ്തുകൊണ്ട് അവരൊരു പാർഷ്യൽ സ്കോളർഷിപ്പ് അനുവദിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് സംഗതി അതൊരു ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. ആ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ അവന് കോപ്പപ്പ് ചെയ്യാൻ കഴിയാതെ പോയപ്പോൾ അവന് ആദ്യത്തെ പരീക്ഷയ്ക്ക് തന്നെ ഒരു പേപ്പർ പോയി. അവൻ ഫ്രസ്ട്രേറ്റഡ് ആയി. രണ്ടാമത്തെ പരീക്ഷയ്ക്ക് ഒരു പേപ്പർ പോയി. എന്തിന്? 4 കൊല്ലം അവിടെ ഒരു പരുവത്തിന് പിടിച്ചു നിന്നു. ഓരോ കൊല്ലം കഴിയും തോറും, ഓരോ പരാജയം ഉണ്ടാകും തോറും അവൻ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയി. ഇപ്പോൾ ഒരു മെന്റൽ ടെൻഷനിൽ അവനായി. അവന്റെ ജീവൻ അപകടത്തിലാകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ട് അവനെ അവിടുന്ന് പെട്ടെന്ന് തിരിച്ച് നാട്ടിൽ കൊണ്ടുവന്നു. മെന്റൽ ടെൻഷൻ. ശ്രദ്ധിക്കണേ, സ്തോത്രം. അവനെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ പറഞ്ഞത്, അവന് പരാജയം എന്നുള്ളത് ഇതുവരെ അവൻ അറിയാതിരുന്നിട്ട് ആദ്യം ഒരു പരാജയം ഉണ്ടപ്പോഴത്തേക്കും ഫ്രസ്ട്രേറ്റഡ് ആയി. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇടയ്ക്ക് ഒരു കൊച്ചു പരാജയം ഉണ്ടായാൽ നമ്മൾ അത് ദൈവം അവന്റെ പരിശീലനത്തിന് കൊടുക്കുന്ന ഒരു അനുഭവമാണ്. എപ്പോഴും അവൻ ടോപ്പറായിരിക്കണം എന്ന് അമ്മയപ്പന്മാർ വാശി പിടിക്കരുത്. ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ അവനൊന്ന് ഫെയിലാകാൻ അവനെ അനുവദിക്കണം. എങ്കിൽ മാത്രമേ അവൻ ഇമോഷണലി സ്ട്രോങ് ആകുകയുള്ളൂ. വൈകാരികമായി അവൻ കഴിവുള്ളവനാകണമെങ്കിൽ അവൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൊച്ചു പരാജയം അവനുണ്ടാകണം. ലെറ്റ് ഹിം ബി ദ നമ്പർ 2 or number 3 at times. അവന് ക്ലാസ്സിലെ 2ാമനോ 3ാമനോ ഒക്കെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അവൻ ജീവിതത്തിൽ മിടുമിടുക്കനാകും. അല്ലെങ്കിൽ ഇത് എന്ത് പറ്റും? അവന് മെന്റൽ ടെൻഷനായിട്ട് ഭയങ്കര പ്രശ്നത്തിലായിരിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓ പേരൻസ്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കുറിച്ച് വലിയ ആംബിഷൻ ഉണ്ടായിരിക്കാം, വലിയ പ്രതീക്ഷ ഉണ്ടായിരിക്കാം. ആയിക്കോട്ടെ. നിങ്ങൾ അവനെ അതിനുവേണ്ടി പരിശീലിപ്പിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ പ്രധാനമായിട്ട് അവനെ ജീവിതത്തിന് വേണ്ടി പരിശീലിപ്പിക്കുകയും അതിനേക്കാൾ ഉപരി അവനെ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ അവനെ പരിശീലിപ്പിക്കുകയും ചെയ്യണം. എല്ലാവരും എൻ്റെ കൂട്ടത്തിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അദോനിയാവിനെ ദാവീദ് വളർത്തിയ പോലെ വളരരുത് നമ്മള്. സ്തോത്രം. അപകടമാകും. അയ്യോ, എനിക്കറിയാം. സ്തോത്രം. നമ്മള് എനിക്ക് നിങ്ങൾക്ക് ഇത് ഇഷ്ടമില്ലാത്ത കാര്യമൊക്കെ ഞാൻ പറയണത്. അതുപോലെ ഈ കുഞ്ഞുങ്ങൾ എന്നോട് വന്ന് പറയാറുണ്ട്, പാസ്റ്റപ്പച്ച പ്രാർത്ഥിക്കണം കേട്ടോ, പരീക്ഷയാ പ്രാർത്ഥിക്കണം. അട്ടെ, ഞാൻ അവരെ വിളിക്കും. ഞാൻ ചുമ്മാ അങ്ങനെ പറഞ്ഞു വിടും. എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അവരെ വിളിച്ച്, കുഞ്ഞുങ്ങൾ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, വിളിച്ച് ഞാൻ അവരെ ഇങ്ങനെ സ്നേഹത്തോടെ, മക്കളെ അപ്പച്ചൻ പ്രാർത്ഥിക്കാം. അപ്പച്ചൻ എന്താ മോനെ പ്രാർത്ഥിക്കേണ്ടത്? പരീക്ഷ ആയതുകൊണ്ട് പ്രാർത്ഥിക്കാം. പരീക്ഷയ്ക്ക് ഞാൻ എന്തോ മോനെ പ്രാർത്ഥിക്കേണ്ടത്? പരീക്ഷയ്ക്ക് എനിക്ക് നല്ല വിജയം കിട്ടാൻ പ്രാർത്ഥിക്കാം. അപ്പം അടുത്തിരിക്കുന്ന വേറെ അപ്പച്ച, ഞങ്ങൾ പഠിച്ച ചോദ്യം വരാൻ പ്രാർത്ഥിക്കണേ. ഞങ്ങൾ പഠിക്കാത്ത ചോദ്യം ഒന്നും വരല്ല കേട്ടോ. ഞാൻ പറയാം, എന്റെ പൊന്നു മക്കളെ, ഞാൻ പ്രാർത്ഥിക്കുന്നത്, സ്തോത്രം, നിങ്ങൾ പഠിച്ചത് മുഴുവൻ പരീക്ഷാ ഹാളിൽ വെച്ച് അടുക്കായി ഓർമ്മയിൽ വരാനും
അന്ന് നിങ്ങൾക്ക് ഒരു ശാരീരിക ക്ഷീണവും ഉണ്ടാകാതിരിക്കാനും ഒരു കോൾഡ് പോലും ഉണ്ടാകാതിരിക്കാനും നല്ല മനസാന്നിധ്യത്തോടെ പഠിച്ചത് എഴുതാനും ദൈവം നിങ്ങളെ സഹായിക്കാനായി പ്രാർത്ഥിക്കാം. നന്നായി പഠിക്കാനുള്ള ഉത്സാഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. അല്ലാതെ പഠിക്കാത്തതൊന്നും വരരുതെന്നും പഠിച്ചത് തന്നെ വരണമെന്നും ഞാൻ പ്രാർത്ഥിക്കത്തില്ലെന്ന് പറയും. അയ്യോ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കുന്നത് ശ്രദ്ധയോടെ ആയിരിക്കണം, വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. അതുപോലെ ഈ ചില സഭകളിലെല്ലാം ഉണ്ട്, എനിക്കറിയാൻ മേലെ നിങ്ങളുടെ സഭയിലുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ പുനഃപരിശോധിക്കണം. അതായത് പരീക്ഷയ്ക്ക് എഴുതാനുള്ള പേന കൊടുത്ത് പരീക്ഷയുടെ തലേദിവസം പാസ്റ്റർ അതിൻ്റെ മേൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് സ്തോത്രം ചെയ്ത് കൊടുക്കുന്ന പേന പ്രാർത്ഥിപ്പിച്ചു കൊടുക്കുന്നത്. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, സ്തോത്രം. അയ്യോ, അത് എന്താണ് പറയുന്നത്, ജാതീയമാണ്. അത് ജാതീയമാണ്. ആ പേനയ്ക്കകത്തൊരു കുന്തവും കയറുകയില്ല. നമ്മുടെ കുഞ്ഞിന്റെ മേൽ ദൈവകൃപ ഉണ്ടാകാനാ പ്രാർത്ഥിക്കേണ്ടത്. അവൻ പഠിക്കാൻ സമർത്ഥനായി വരാൻ, ഓർമ്മ കിട്ടാൻ, അവൻ മനസാന്നിധ്യത്തോട് എഴുതാൻ, അവന് ഭാഷയുടെ മേൽ അധികാരം ഉണ്ടാകുവാൻ. സ്തോത്രം. കർത്താവേ, സാനിറ്റി ഓഫ് തോട്ട് ആൻഡ് ക്ലാരിറ്റി ഓഫ് തിങ്കിങ് അവന് കൊടുക്കണം. അവന്റെ മനസ്സിന് നല്ല കുളിർമ കൊടുക്കണം. അതാ പ്രാർത്ഥിക്കേണ്ടത്. അല്ല പേന പ്രാർത്ഥിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. സ്തോത്രം. ചില അമ്മമാര് പരീക്ഷയ്ക്ക് പോകുമ്പം കുപ്പിയിൽ വാട്ടർ ബോട്ടിൽ വെച്ച് ആ വെള്ളം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊടുക്കുന്നെന്ന് കേട്ടു. അയ്യോ, എൻ്റെ പൊന്നെ, സ്തോത്രം. കുടിക്കുമ്പോ എപ്പോഴും സ്തോത്രം ചെയ്തേ എന്തും കുടിക്കാവൂ. പക്ഷെ ഒരു കാര്യമാ, ആ വെള്ളത്തിനകത്തേക്ക് ഒരു ദൈവകൃപയുടെ വ്യാപാരം ഉണ്ടാകുകയില്ല. സ്തോത്രം. എൻ്റെ കൂടെ തന്നെ ഉണ്ടോ? ഞാൻ നേരെ അങ്ങ് പോകുന്നുണ്ട്, വേഗം പറഞ്ഞു തീർത്തോട്ടെ. സ്തോത്രം. അപ്പൊ കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നതിന്, കർത്താവിന് വേണ്ടി ഒരുക്കുന്നതിൽ അമ്മയപ്പന്മാരുടെ റോള് വളരെ വലുതാണ്, വളരെ വളരെ വലുതാണ്. സ്തോത്രം. നമ്മുടെ തിരുവഴുത്തിൽ നിന്ന് അനേക ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്. രണ്ടുപേരെ ഞങ്ങൾ മുമ്പിൽ വേഗം ഒന്ന് കാണിച്ചിട്ട് ഞാൻ വേഗം നിർത്താം. നമുക്കറിയാം, ഹന്നായും എൽക്കാനായും ഈ ശമൂവേൽ എന്ന മോനെ ദൈവം ഓർക്ക് കൊടുത്തു, ഹന്നായിക്ക് കൊടുത്തു. ഹന്നായിക്ക് ശമൂവേലിനെ കൊടുത്തപ്പോൾ ഹന്ന അവനെ മുലകുടി മാറുന്ന പ്രായം വരെ വീട്ടിൽ വളർത്തിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് കൊണ്ടുവിട്ടത് എവിടാ? മഹാപിഴയാളികളായ ഹൊഫ്നിയും ഫീനേഹാസും, പിന്നെ അതുപോലെ തന്നെ കുടുംബത്തെ ചൊവ്വെ ഭരിക്കാൻ ശ്രദ്ധിക്കാത്ത ഏലി പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവിട്ടു. ഇപ്പൊ ആണെങ്കിൽ നമ്മള് അടുത്ത കവലെ മൊബൈലെ വിളിക്കുക, അടുത്ത കവലെ ചെല്ലുമ്പോ അമ്മനെ എവിടെ ആയടാ ചോദിക്കും, ഇല്ലേ? പക്ഷേ അങ്ങനല്ല, ദൈവത്തെ ഏൽപ്പിച്ചവിടെ വിട്ടു. മുലകുടി മാറുന്ന പ്രായം വരെ മാത്രമേ അവനെ വീട്ടിൽ വളർത്തിയുള്ളെങ്കിലും അതിനോടകം, സ്തോത്രം, ഇസ്രായേലിലെ സത്യപ്രവാചകനായി അവൻ ഒരുങ്ങാനുള്ള പരിശീലനം ആ പ്രായത്തിനോടകം ആ അമ്മ ആ കുഞ്ഞിന് കൊടുത്തു. നോക്കണേ, ആ കുഞ്ഞിനെ കൊണ്ട് നീ വഷളന്മാരുടെ നടുക്ക് കയ്യെത്താത്ത ദൂരത്തിൽ, കണ്ണെത്താത്ത അകലത്തിൽ ഒരു ആണ്ടിൽ ഒരിക്കലും ഒരു ഉടുപ്പും തയ്പ്പിച്ചോണ്ട് പോകും, അത്രേ ഉള്ളൂ. അതിനിടയിൽ ഒന്നും അവനെ കുറിച്ച് അറിയുന്നില്ല, അന്വേഷിക്കുന്നില്ല. ദൈവത്തെ ഏൽപ്പിച്ചു വിട്ടു. അറിയാം, ആ അമ്മയ്ക്കും അപ്പനും അറിയാം, അവന് ഈ മുലകുടി മാറുന്ന പ്രായം വരെ കിട്ടിയ പരിശീലനം കൊണ്ട് അവൻ ഏത് സാഹചര്യത്തിലും ദൈവകൃപയോടെ നിൽക്കുമെന്ന് അറിയാമായിരുന്നു. സ്തോത്രം. അതുപോലെ തന്നെയല്ലേ നമ്മുടെ മോശ? അമ്രാമും യോക്യബേദും യോക്യബേദ് മുലകുടി മാറുന്ന പ്രായം വരെ മാത്രമേ മോശയെ വീട്ടിൽ വളർത്തിയുള്ളൂ. അതിനോടകം ആ മോശ കുഞ്ഞിനെ പരിശീലിപ്പിച്ചൊരു ഫലം എന്താണ്? അവൻ ആരാണെന്ന് ആ മോശക്കുഞ്ഞിന് ഒരു തിരിച്ചറിവുണ്ടായി. അതിനോടകം അവൻ മിസ്രയീമ്യനല്ലെന്നും അവനടുത്ത ഫറോ ആകാനുള്ളവനല്ലെന്നും നോക്കണേ, അവരങ്ങനെയൊക്കെ പരിശീലിപ്പിച്ചു. പക്ഷെ അവന്റെ ഉള്ളിൽ അറിയാം, അവന്റെ സഹോദരന്മാർ ഇവിടുത്തെ അടിമകളാണെന്നറിയാം, അവൻ ഇസ്രായേലിനാണെന്ന് അവൻ അറിയാം, അവൻ സത്യദൈവത്തിന്റെ ജനമാണെന്ന് പൈതലാണെന്ന് അവൻ അറിയാം.
ആ തിരിച്ചറിവ് അതിനോടകം മോശയ്ക്ക് ഉണ്ടാകത്തക്കതുപോലെ യോക്കേബേദ് ആ മകനെ മോശയെ പരിശീലിപ്പിച്ചു. ഫലം എന്തായിരുന്നു നമുക്കറിയാമല്ലോ. മിസ്രയീമിലെ സകല നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുവാൻ തക്കവണ്ണം മോശ പക്വത പ്രാപിച്ചു, ആത്മീയമായി വളർന്നു. സ്തോത്രം. മുലുകൂടി മാറുന്ന പ്രായമേ വളർത്തിയുള്ളൂ. പക്ഷെ അതിനോടകം എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, എൻ്റെ പൊന്ന് സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങൾ നമ്മളുടെ കൂടെ ഉള്ള കാലം അത്രയും നോക്കണേ. സ്തോത്രം. ഇപ്പൊ മുലുകൂടി മാറുന്ന പ്രായം വരെ അല്ല, അത് കഴിഞ്ഞും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷേ അവരാരാണെന്ന് അവർ തിരിച്ചറിയണം. ഐഡന്റിറ്റി. They should know their identity. അവര് ഒരു ദൈവ പൈതലായി നിത്യജീവന് വേണ്ടി ഒരുങ്ങേണ്ടവരാണെന്നുള്ള തിരിച്ചറിവ് ആ കുഞ്ഞിന് കൊടുക്കണം. നിത്യതയാണ് പ്രധാനമെന്നുള്ളത് ആ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തണം. സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് അമ്രാമും യോക്കേബേദും അതുപോലെ എൽക്കാനായും ഹന്നായും അവരുടെ കുഞ്ഞുങ്ങളെ മുലുകുടി മാറുന്ന പ്രായം വരെ വളർത്തിയിട്ടും അവരെ വളരെ വളരെ ആത്മീയ പക്വതയുള്ളവരായി സ്വർഗീയമായ ഉൾക്കാഴ്ചയുള്ളവരാക്കി വളർത്തിയെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്താൻ കഴിയും? കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ, കുഞ്ഞിന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് അവരുടെ പേരൻസ് ആയിരിക്കണം. ബെസ്റ്റ് ഫ്രണ്ട്സ് പേരൻസ് ആയിരിക്കണം. അവര് പറയണം, അവരെ കൊണ്ട് പറയിപ്പിക്കണം. മാത്രമല്ല സ്ക്രീൻ ടൈം നിയന്ത്രിക്കണം. സ്ക്രീൻ ടൈം നിയന്ത്രിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് എപ്പോഴും പരിശോധിക്കാൻ കഴിയുന്നതായിരിക്കണം. അവരുടെ സ്കൂൾ ബാഗിൽ എത്ര നല്ല കുഞ്ഞാന്ന് നിങ്ങൾ വിചാരിച്ചാലും അവരുടെ സ്കൂൾ ബാഗ് നിങ്ങൾ നിർബന്ധമായി പരിശോധിക്കണം. അവരുടെ ബുക്കുകൾ പരിശോധിക്കണം. സ്തോത്രം. ശ്രദ്ധിക്കണേ. സ്തോത്രം. അവരെന്താണ് കാണുന്നതെന്നും അവരെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നതെന്നും നിങ്ങൾ പ്രത്യേകം കരുതിക്കൊള്ളണം. ഒരിക്കലും മൊബൈലെ ഗെയിം കളിക്കാൻ വിടരുത്. ഏതെങ്കിലും ഒരു കുഞ്ഞിന് അങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവനെ ഡി അഡിക്റ്റ് ചെയ്യണം. അയ്യോ, കുഞ്ഞിനെ ഇവിടെ മിടുക്കനാക്കി സുഖിപ്പിച്ചു വെച്ചേച്ച് നരകത്തിലോട്ട് വിടരുത്. അയ്യോ, ഞാൻ പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം. ദൈവസഭയെ, ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ശിശുപ്രതിഷ്ഠ നടത്തുമ്പോൾ ആ കുഞ്ഞിനെ ആത്മീയമായി പരിശീലിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവസഭ അംഗീകരിക്കുക. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് സഭ. തിരികെ പ്രാർത്ഥിച്ച് ആ അമ്മയപ്പന്മാരെ പഥ്യോപദേശത്തിലും ബാലശിക്ഷയിലും ദൈവകൃപയിലും വളർത്താനായി അമ്മയപ്പന്മാരെ ഏൽപ്പിക്കുമ്പോൾ, അമ്മയപ്പന്മാർ കൈയേന്തുമ്പോൾ ദൈവം കൊടുത്ത ദാനം ബെറ്റാൻ കയ്യിലോട്ട് വാങ്ങിച്ചു. ട്രോഫി അല്ല, ബെറ്റാൻ. ഉത്തരവാദിത്വമാ. എന്റെ പൊന്നു സൗരങ്ങളെ, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുന്നതല്ല പ്രധാനം. നിങ്ങൾ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല കോഴ്സിൽ ചേർക്കുന്നതല്ല പ്രധാനം. നിങ്ങൾ കുഞ്ഞുങ്ങളെ നിത്യജീവന് വേണ്ടി ഒരുക്കുന്നതാണ് പ്രധാനം. സ്തോത്രം. അവരുടെ ഹൃദയം നിങ്ങളോട് പറ്റിയിരിക്കണം. സ്തോത്രം. അവര് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നത് വരെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പനും അമ്മയുമായിരിക്കണം. നിങ്ങൾക്കൊരു ഹൃദയബന്ധം കുഞ്ഞുങ്ങളുമായിട്ടുണ്ടായിരിക്കണം. അപ്പനെയും അമ്മയും പേടിച്ച് ഒളിച്ചു നിൽക്കുന്നവരാകരുത്. കുഞ്ഞുങ്ങളുടെ ആ ഇമോഷൻസിനെ നമ്മള് ഓണർ ചെയ്യണം. അയ്യോ, നേരം പോയി, എനിക്കറിയാം, ഞാൻ നിർത്തിക്കോട്ടെ. നാളെ നിങ്ങൾക്ക് പ്രവൃത്തി ദിവസമായിരിക്കും. അതെ, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ അവസരം നിങ്ങളുടെ കൂടെ ഈ ചെലവഴിക്കാൻ ദൈവം എനിക്ക് തന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു, ദൈവത്തോട് നന്ദി പറയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം, കുഞ്ഞുങ്ങളെ കരുതണം. സ്തോത്രം. ഇത് മറക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പാപപ്രകൃതമുള്ളവർ തന്നെയാണ്. അവരെത്ര നല്ല കുഞ്ഞുങ്ങളാണെങ്കിലും, എത്ര അനുസരണമുള്ളവരായി ഇവിടെ വരുന്നവരാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ പാപപ്രകൃതമുണ്ട്. തന്നെയല്ല, അവർ വളർന്നു വരുന്ന സാഹചര്യം, സമൂഹം അത്ര വഷളത്വം നിറഞ്ഞതാണ്. നോക്കണേ, സോഷ്യൽ മീഡിയയുടെ അമിത ഇൻഫ്ലുവൻസ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേര് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതെ,
ഇത്രയും പറഞ്ഞ് ഞാൻ തൽക്കാലം എൻ്റെ വാക്കങ്ങ് നിർത്തുക. ക്രിസ്ത്യൻ പേരന്റിങ്ങിനെ കുറിച്ച് ഒത്തിരി നേരം ഇനി പറയാനുണ്ട്, പറയാം. പക്ഷേ ന്യായമായ കാര്യങ്ങളൊക്കെ, അത്യാവശ്യമായ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതനുസരിച്ച് നല്ലൊരു തലമുറയെ, ദൈവകൃപയുള്ള ഒരു തലമുറയെ, സ്തോത്രം, അമ്രാം യോക്കെബേദ് മോശ വളർത്തിയ പോലെ, എൽക്കാനായും ഹന്നായും ശമൂവേലിനെ വളർത്തിയ പോലെ നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട മോശമാരെയും ശമൂവേലുമാരെയും വളർത്തുവാൻ ഒരിക്കലും അദോനിയാ വളർന്ന പോലെ വളരാൻ ഏൽപ്പിക്കല്ലേ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ആദ്യ ദിവസം പറഞ്ഞതുപോലെ ന്യായമായ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. സ്തോത്രം. സമയം പോയത് അറിയാം, എങ്കിലും അത്യാവശ്യം വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്ററോട് പറഞ്ഞിട്ട് അടുത്ത ദിവസം ചോദിച്ചാൽ ഞാനിപ്പോൾ വാട്സാപ്പ് ഉണ്ടല്ലോ, വാട്സാപ്പിൽ ഞാൻ മറുപടി തരാൻ ഉത്സാഹിക്കാം. സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ നന്ദി, വന്ദനം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ലഭിച്ച നല്ല സന്ദേശത്തെ ഓർത്ത് നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് ലീന സിസ്റ്റർ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ദൈവവചനം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒന്നും പറയാതെ തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ കഴിഞ്ഞ 3 ദിവസക്കാലം ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഈ 3 ദിവസങ്ങളിൽ നമ്മുടെ ഗസ്റ്റായി കടന്നു വന്ന് സംസാരിച്ച പാസ്റ്റർ പി ടി തോമസിനോടുള്ള നന്ദി ഞങ്ങളുടെ സൺഡേ സ്കൂളിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ചൈൽഡ് സൈക്കോളജിയെ പറ്റിയും ടീച്ചിങ് മെത്തേഡ്സിനെ പറ്റിയും ഇന്ന് ക്രിസ്ത്യൻ പാരന്റിങ്ങിനെ പറ്റിയും വിശദമായിട്ട് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തു തന്ന ദേവദാസിനോടുള്ള ഞങ്ങളുടെ സൺഡേ സ്കൂളിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ 3 ദിവസങ്ങളിലും ചെയർമാനായിട്ടിരുന്ന നമ്മുടെ ദേവദാസൻ പാസ്റ്റർ പി എം റോയിയോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ വർഷിപ്പ് ലീഡ് ചെയ്ത ബ്രദർ ഷിബു സാം, ബ്രദർ പീറ്റർ, ജെറോം, റഫയേൽ ഇവരോടുള്ള നന്ദി അറിയിക്കുന്നു. സൂം കൺട്രോൾ ചെയ്ത ബ്രദർ പ്രേസ്, യൂട്യൂബില് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ബ്രദർ ജെറോം ഇവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ സൂമിൽ കൂടെ ജോയിൻ ചെയ്ത എല്ലാ പാരന്റ്സിനോടും, എല്ലാ കുഞ്ഞുങ്ങളോടും, എല്ലാ ടീച്ചേഴ്സിനോടും, ഈ 3 ദിവസക്കാലം ദൈവവചനം ശ്രവിച്ച എല്ലാ ടീച്ചേഴ്സിനോടും ഉള്ള ഞാൻ സൺഡേ സ്കൂളിന്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിരിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലവണക്കാം. ഈ 3 ദിനങ്ങൾ ഇപ്രകാരം ദിവസത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് നമ്മുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി അവരെ മോൾഡ് ചെയ്യുവാൻ ഒരു സന്ദേശമാണ് നമുക്ക് ലഭിച്ചത്. അപ്പൊ തന്നെ പാരന്റ്സ് ആയിട്ട് ഇന്ന് രാത്രികാലം ഈ മെസ്സേജ് കേട്ടവരുടെ ഉള്ളത്തിലും ആഴത്തിലൊരു സമർപ്പണം ആണ് നമുക്ക് കിട്ടുന്നത്. അതെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു മോശയെ വളർത്തിയതുപോലെ, ശമൂവേലിനെ വളർത്തിയതുപോലെ കർത്താവിന്റെ ആ കൃപയിൽ അവരെ വളർത്തി, പത്യോപദേശ വളർത്തി നിത്യജീവന് വേണ്ടി അവരെ ഒരുക്കാൻ ഒരു സന്ദേശമാണ് നമുക്ക് ലഭ്യമായത്. നമുക്ക് ഒരു നിമിഷം വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമുക്ക് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിവേളയിൽ ഇത്രത്തോളം സമയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിനെ സ്തുതിപ്പാന്, കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് കേൾപ്പാനൊക്കെ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. ഈ 3 ദിനങ്ങൾ കർത്താവെ, ദൈവവചനത്തിലൂടെ ഞങ്ങളോട് ഇടപെട്ട ദൈവവചന ചിന്തകൾക്കായി സ്തോത്രം. പ്രത്യേകമായിട്ട് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോടുള്ള ബന്ധത്തിൽ ആദ്യത്തെ 1-2 ദിവസങ്ങൾ നടന്ന കർത്താവ് ആ ക്ലാസ്സുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ അത് സ്പർശിക്കുന്നു. ഞങ്ങളുടെ കൈകളിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ദൈവനാമ മഹത്വത്തിനായിട്ട് അവരെ വളർത്തിയെടുക്കുവാൻ ഏറിയൊരു ദർശനത്തോടെ ദൈവവചനത്തിന്റെ കാഴ്ചപ്പാടോടുകൂടെ നിൽക്കാൻ ഈ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുന്നല്ലോ. അത് ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചന ചിന്തകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കൈകളിൽ കർത്താവ് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് അവര് ഒരു നാട് നഷ്ടപ്പെട്ടു പോകാതെ കർത്താവ് ഒരു ശമൂവേലിനെ വളർത്തിയതുപോലെ, മോശയെ വളർത്തിയതുപോലെ ദൈവത്തിന്റെ കൃപയിൽ, പത്യോപദേശത്തിൽ ദൈവനാമ മഹത്വത്തിനായിട്ട് അവരെ വളർത്തിയെടുക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള വലിയ തിരിച്ചറിവോടുകൂടെ കർത്താവ് ഈ നാളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുനാമ മഹത്വത്തിനായിട്ട് വളർത്തുവാൻ കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ദൈവദിനത്തിനുമാകെ ഞങ്ങളെ തന്നെ സമ്പൂർണമായിട്ട് സമർപ്പിക്കുന്നു. ഈ 3 ദിനങ്ങളും ശുശ്രൂഷിപ്പാൻ
അവിടുത്തെ വിലപ്പെട്ട ദാസനെ അങ്ങ് ശക്തീകരിച്ചല്ലോ. പിന്നെയും അനേകർക്ക് അനുഗ്രഹമായി ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തനായി നിന്നുകൊണ്ട് അങ്ങയുടെ നാവായി നിന്ന് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം, അങ്ങ് പിന്നെയും അധികാരപ്പെടുത്താൻ തക്കവണ്ണം, ശരീരത്തിലും ആത്മാവിലും ബലം കൽപ്പിച്ച് കർത്താവിന്റെ കൃപയിൽ അങ്ങ് നിർത്തുവാൻ തക്കവണ്ണം ദൈവസനെ ഞങ്ങൾ സ്തോത്രത്തോടെ പ്രാർത്ഥിച്ച് ദൈവനോട് സമർപ്പിക്കുകയാണ്. ഇന്ന് രാത്രികാലം എല്ലാ ഞങ്ങളുടെ പാരന്റ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്റ്റാൻഡ് ബൈ ടീച്ചേഴ്സിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സപ്പോർട്ടിംഗ് സ്റ്റാഫിന് വേണ്ടി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ 3 ദിനങ്ങളും ഗാനങ്ങൾ ലീഡ് ചെയ്ത സഹോദരങ്ങൾക്കായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. നാഥാ, ഈ ദിവസങ്ങളിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും ഒരുപോലെ ദൈവങ്ങൾ സമർപ്പിക്കുന്നു. ഇതിന്റെ പുറകിൽ അധ്വാനിച്ച സഹോദരങ്ങളുണ്ട്, അവരെല്ലാം സ്തോത്രത്തോടെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. SPA സൺഡേ സ്കൂളിനെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൈകളിൽ ഞങ്ങളുടെ കർത്താവ് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവന് വേണ്ടി അവരെ ഒരുക്കുവാൻ ഏറിയ ഒരു ദശത്തോടെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ ഈ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി ഇരുന്നല്ലോ. അതിനായി ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും അവിടുത്തേക്ക് യേശു കർത്താവ് ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയുടെ വിനയത്തോടെ ചോദിക്കുന്ന പ്രാർത്ഥന കൃപ തോന്നി കേൾക്കണമേ. സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ, 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 ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തു കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ വിശ്വാസവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെ, നാം എല്ലാവരോടുകൂടെ, എല്ലാ കുഞ്ഞുങ്ങളോടുകൂടെ ഈ ദിവസങ്ങളിൽ ഐശ്വര്യമായിട്ട് ദൈവജനം പങ്കുവച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസനോടുകൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവ് രണ്ടാമത്തെ വരവരെ ഉണ്ടായിക്കുമാറാകട്ടെ. ആമേൻ. ഈ രാത്രികാലം ഇത്രത്തോളം നമ്മൾക്ക് ജയം തന്ന് നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവിന് വിശുദ്ധ കരങ്ങളുയർത്തി മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്